ഐലൻഡ് 16:10. അതിന്റെ പേര് പത്മോസ്. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അവിടേക്ക് യോഹന്നാനെ യാത്രയാക്കി. കപ്പലിന്റെ പാളികൾ കൊണ്ടുവന്ന്, അഥവാ ബോട്ടിന്റെ വാതിലുകൾ, ഫൈബർ ബോട്ടിന്റെ വാതിലുകൾ തുറന്ന് യോഹന്നാനെ തള്ളി യാനത്തിൽ നിന്ന് 5 കാഴ്ചകൾ അവൻ കണ്ടു. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കടികൾ, മനുഷ്യന്റെ അസ്ഥികഷം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധ, പാറക്കൂട്ടങ്ങൾ. അപ്പച്ചൻ വിചാരിച്ചു, ഞാനിവിടെ തീരാമ്പോ. എങ്കിലും അദ്ദേഹം ഒന്ന് മുട്ടുമടക്കി. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാൽ എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. ആരും സഹായിക്കാനില്ല. സഹോദരി, രാത്രി കണ്ണുനീരോടെ പായിൽ നിലവിളിക്കുന്നുവെങ്കിൽ, അച്ചായ രാത്രിയുടെ യാമത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പത്മോസിൽ മാത്രമല്ല, ഇന്ന് രാത്രി മേലാരിയോട് പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗം അവന് വേണ്ടി തുറന്നു. കണ്ട ദിവ്യ ദർശനം, ആ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലം കൈ, സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ആദ്യൻ അന്ത്യൻ, ആൽഫാ ഒമേഗ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ആസിയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 404 വാക്യം, 22 അധ്യായങ്ങൾ. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയിലെ 7 സഭ, 4 സഭ ഇവിടെ ഇല്ല, അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ചത് ഫിലാഡൽഫിയ സഭ, തുർക്കിയിലെ ഏഷ്യ മൈനർ അവസാന ഭാഗമാ അള്ളാഷ്, തുർക്കിയിലെ നഗരം. അവിടുത്തെ സഭയ ഫിലാഡൽഫിയ സഭ. അപ്പൊ നമ്മുടെ വിജയപാൽ സഭയുടെ കണക്ക് അവിടെ 10,000 പേരുമില്ല, കീബോർഡ്, വലിയ തമ്പയറൊന്നുമില്ല. അതിന്റെ ആ സഭയോട് സ്വർഗം ഒരു കാര്യം പറഞ്ഞു, സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പൊ ഒരു പരീക്ഷാകാലം വരും. വരുമോ? യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ഇനി സയൻസിലേക്ക് അങ്ങ് പോവാ, ഇനി തിരിച്ചിങ്ങോട്ടിലല്ല സയൻസിലേക്ക്. യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. ഒലിവുമലയിൽ യേശു ശിഷ്യന്മാരുമായി. മത്തായി 24:3-4-5. അവൻ ഒലിവുമലയിൽ സഞ്ചരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുക്കൽ ചെന്ന്, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് മടയാവും. യേശു 24:32-34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിന്റെ കൊമ്പിളതാൽ ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിന്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, കർത്താവിന്റെ വരവിന്റെ 4 ചാലുകൾ. ഞങ്ങളല്ല, ദൈവദാസന്മാരല്ല. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 അവനടുക്ക വാതിൽക്കൽ, 3 പ്രപഞ്ചം മാറും, 4 ഏകലോക മതം. ഇതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. ഇനി ബൈബിൾ 10 യുഗങ്ങൾ, 10 dispensations illuminated our Bible. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം. ദൂതൻ ലൂസിഫർ പട്ടു, നിൽക്കൽമഷ യുഗം. ആദം ഹവ്വ പാപം ചെയ്തു, മനസാക്ഷി. കായീൻ ഹാബേലിനെ കൊന്നു, ന്യായപ്രമാണം. മോശയുടെ കൽപ്പന വലിച്ചെറിഞ്ഞു, സങ്കലന യുഗം. 2 പേര്, ഹേരോദാവ്, പിന്നെ ഹേരോദാവിന്റെ പത്നി ഹേരോദ കയ്യോടുകൂടി യോഹന്നാന്റെ കഴുത്തറത്തു. അവസാനമായി യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു. 40 ദിവസം കഴിഞ്ഞു. ഈ വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിക്കണം. അതാ കൃപായുഗം. പെന്തക്കോസ് പെരുന്നാൾ 120 പേർ സെഹിയോൻ മാളിക മുറിയിൽ ഇരുന്നപ്പോൾ യോവേലിന്റെ പ്രവചനം, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിൽ പുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശം കീഴഭൂമി, അത്ഭുതം, അടയാളം, പുകയാൾ, ഇതൊക്കെ ഇവിടെ നടക്കും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതാ കൃപായുഗം. കൃപായുഗത്തെ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും. പെന്തിക്കോസുകാരല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്ത് വരും. നാടൻ മലയാളം പെരുമ്പഴുതൂരിൽ നമ്മുടെ ചിന്നമ്മ സഹോദരി നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിക്കാർ 40 കോഴിക്കുഞ്ഞിനെ കൊടുത്തു. മലയാളം 40 കോഴിക്കുഞ്ഞിന് 2 കൂടുകളിനകത്ത്. ട്രോളിങ് നടന്നു. പൂവാറിന്ന് പയ്യൻ വരത്തില്ല. ജൂലൈ 15 പൂവാറിന്ന് പി ആയിട്ട് പയ്യൻ വന്നു. ചിന്നമ്മ സിസ്റ്റർ വിളിച്ചു, നല്ല മുഴുത്ത നെത്തോലിയുണ്ട്, ട്രോളിങ് എല്ലാം തീർന്നു, 200 തന്നാട്ട് 2 ചട്ടി തരാം. ചിന്നമ്മാമ ഈ തമിഴ്നാട്ടിലെ മീനൊക്കെ തിന്ന് വായൊക്കെ വല്ലായിരുന്നു. മോളോട് പറഞ്ഞ് 2 ചട്ടി കൊണ്ടുവരാം. സ്വോത്രം. വടപട പൂവാറിലെ നെത്തോലി മേടിച്ചു, 2 ചട്ടിയിലാക്കി
നമ്മുടെ അരകല്ലിനോട് ചേർത്ത് വെച്ചിരിക്കുക, അടച്ചു വെച്ചിരിക്കുക. ആ സമയത്ത് രാവിലെ എന്തോ ചപ്പാത്തി ഉണ്ടാക്കുക, കടലക്കറി. മോളോട് പറഞ്ഞു 10 മണിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ചപ്പാത്തി കടലക്കറി, മീൻ നന്നാക്കണം, വറക്കാനെടുക്കണം, ഇതെല്ലാം ഫ്രിഡ്ജിലാക്കണം. 10 മണിക്ക് ചിന്നമ്മാമയും ജ്യോതിമോളും 2 ചട്ടിയായിട്ട് പെരുമ്പഴുതു ഇറങ്ങി മുരിങ്ങയുടെ ചവിട്ടി ചട്ടി വെച്ചു, ബക്കറ്റ് വെള്ളം പിടിച്ചു. മേലൊരു പുള്ളിക്കാരൻ വന്ന്, അവന്റെ പേരാ പരുന്ത്. സന്തോഷമില്ലല്ലോ, സ്വത്രം. ഇവനിങ്ങനെ ഇരിക്കുക. അമ്മാമ്മ ചട്ടിയിൽ ഇതെല്ലാം കഴുകി മോളോടെ ഹെൽപ്പ് ചെയ്ത് തല ഒരു സൈഡിലാക്കി. പരുന്ത് അനങ്ങുന്നില്ല. ഈ സമയത്ത് ഒരു കാര്യം ചെയ്തു. അമ്മ പറഞ്ഞു, ഞാൻ മീൻ ഫ്രിഡ്ജിൽ വെക്കാം, നീ കോഴിക്കൊച്ചുങ്ങളെ തുറന്നു വിട്. 2 വഴിക്ക് അമ്മാമ്മ ഫ്രിഡ്ജിൽ മീൻ വെക്കാൻ പോയി. കോഴിക്കുഞ്ഞുങ്ങളെ 40 എണ്ണത്തിന് മോള് തുറന്നു വിട്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. മോൾ അവിടെ പോയി മൊബൈൽ കുത്താൻ പോയി. സന്തോഷം. പരുന്തൊറ്റ വരവ്. 3 കുഞ്ഞിനെ ഒരു കാല്, 3 കുഞ്ഞിനെ മറ്റേ കാല്. കോഴിക്കൊച്ചുങ്ങള് പെരുമ്പഴുതൂർ ഒരു നിലവിളി, കിയോ കിയോ. 6 എണ്ണത്തിന്. ചിന്നമ്മ ചേച്ചി ഒറ്റച്ചാട്ടം, കൊണ്ടുപോയേ കൊണ്ടുപോയേ. സ്വോത്രം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോവോ. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ രൂപാന്തരപ്പെടും. സ്വോത്രം. അതിനാസ്പദമായിട്ട് കാറ്റടിക്കുന്നത്. തമിഴ്നാട് ഭാഷ പറഞ്ഞ അയ്യാങ്ക இருக்குது. இந்த மாதிரி புயல் எங்க கேட்கும். ரீதா, கத்ரீனா, வில்மா, கார்வி, ஓர்மா, മാത്യു, ഫ്ലോറൻസ്, നോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. സന്തോഷം ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച അടിച്ചില്ലേ മനോരമ ബിവിൻ ജോയി. ഞങ്ങളുടെ പള്ളിയിലെ പയ്യന്റെ പേരാ ബിവിൻ ജോയി. അതും അടിച്ചെന്ന്. സ്വോത്രം. എന്റെ ഒറ്റ കാറ്റൂടെ അടിക്കാതെ ഏലിയാവൻ അടിച്ച കാറ്റ്, അതിന്റെ പേരാ പെരിഷ്. അത് വലിയ കാറ്റ. അന്ന് കോണപ്പെട്ടവൻ അക്കരെ കയറുമെന്ന്. സ്വോത്രം. അടുത്തത് അമേരിക്കയിലെ കാറിനകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് 2 മിനിറ്റ്. ഞാൻ കൃത്യസമയത്ത് നിർത്താം. 2 മിനിറ്റ് കേൾക്കണം. അമേരിക്ക കാറിൽ ഡ്രൈവർ ചില രക്ഷിക്കപ്പെട്ട സ്റ്റിക്കർ ഒട്ടിച്ചു, ഫാസ്റ്റ് പോകുമ്പോൾ ഐ ആം ജീസസ് ബിലീവർ. അതിന്റെ അർത്ഥം കാറിൽ കയറുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ ഈ യാത്രയിൽ കാകളം കേട്ടാൽ ഞാൻ പോവും, നീ പരിപാടിയാവും. നെയ്യാറ്റിങ്കര ടാക്സി കയറാൻ എൻ്റെ അടുത്ത് നീ രക്ഷിക്കപ്പെട്ടവനാന്ന് ചോദിച്ചാൽ ബാക്കി പിന്നെ നമുക്ക് കേട്ടോണ്ടാവും മതി. സ്വോത്രം. അതുകൊണ്ട് അമേരിക്ക സ്റ്റിക്കർ. 2 നെയ്യാറ്റിങ്കര കൂടെ പണ്ട് തിരുനെൽവേലി പാസഞ്ചറും നാഗർകോവിൽ ഇരണിയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ ട്രെയിനായി. നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ ഇടയ്ക്കൊന്ന് ചെല്ലണം, ആശുപത്രിക്ക് ബാക്കി കൂടെ ചെന്നിട്ട്. ഇപ്പൊ ട്രെയിനകത്ത് നോക്കണം, 2 പൈലറ്റുമാർ ഫ്രണ്ടിൽ ഇരിക്കുന്നു, ഒരുവനല്ല. പാറശാല കഴിഞ്ഞ് തമിഴ്നാട് തക്കല കയറുമ്പോൾ ആറ്റിന്റെ മേലെ വെച്ച് കാകളം കേട്ടാൽ ഒരു പൈതൽ അങ്ങ് പോയാൽ 8 കമ്പാർട്ട്മെന്റ് വെള്ളത്തിൽ കിടക്കുന്നു. സ്വോത്രം. അത് ഇന്ത്യൻ റെയിൽവേ അറിഞ്ഞെന്ന്. ഒരുവൻ പോയാൽ മറ്റവൻ ഗിയർ പിടിക്കാതിരിക്കുന്നു. സ്വോത്രം. ഇനി നാളെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ അവിടെ ചെല്ലണം. ഒന്നി അനന്തപുരിയുടെ മേല് അല്ലെ എയർപോർട്ടിന്റെ മതിലെ നോക്കണം. 5-6 പ്ലെയിൻ നെയ്യാറ്റിങ്കര വണ്ടി പിടിച്ചോലെ കിടക്കുക. സ്വോത്രം. അതിന്റെ ഫ്രണ്ടിൽ ക്ലാസ്സിനകത്ത് 2 കിളികൾ. കിളിയെ കിളി, കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ അല്ല. സ്വോത്രം. 2 പൈലറ്റ് ഇരിക്കുന്നു. സ്വോത്രം. അതിന്റെ അർത്ഥം തിരുവനന്തപുരത്തുകാരി പ്ലെയിൻ പറപ്പിക്കുന്ന ഒരു പൈലറ്റ് ഉണ്ട്, പ്രസംഗിക്കുന്ന രഞ്ജിത. നല്ല പെൺകുട്ടിയാ. അവള് ദുബായിലേക്കാ പ്ലെയിൻ പറക്കുന്നത്. എന്നാലും ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, മക്കളെ നീ ഒറ്റയ്ക്കാണോ പറപ്പിക്കുന്നത്? പാസ് എന്തോ പറയുന്നത്? 3.25 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കോ? വല്ല മസ്കറ്റിന്റെ മേളിലെങ്ങാണ് വെച്ച് കാകളം കേട്ടാൽ ഞാൻ ഡോറ് തുറന്നു പോകും. എല്ലാം കൂടെ വെള്ളത്തിലായതുകൊണ്ട് ഒരാളുകൂടെ കൂടെ ഉണ്ടെന്ന്. സ്വോത്രം. തിരുവനന്തപുരത്തുകാരി ഒരു പെൺകുട്ടിയെ എയർ ഇന്ത്യ പറപ്പിക്കുന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ. പ്രസംഗിക്കുന്നത് ഞാൻ എനിക്ക് അറിയത്ത് പോലും ആളെ കണ്ടിട്ടില്ല. ഞാൻ സംസാരിച്ചതാ. ട്രെയിനകത്ത് 2 ലോക്കോ, പ്ലെയിനകത്ത് 2 പൈലറ്റ്. കർത്താവിന്റെ ദാസന്മാരെ, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമവും. ലോകം അറിഞ്ഞിവിടെ എന്തോ നടക്കാൻ പോകുന്നു. കൃപായുഗം കഴിഞ്ഞാൽ 4 കാലം ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. അതാ സഭ എടുക്കപ്പെട്ടാൽ 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിൽ, 5 പുസ്തകം, 6 കുഞ്ഞാട്. വെളിപ്പാട് 6, 1, 2 ബൈബിള് കൂടെ വെക്കണം. കുഞ്ഞാട് മുദ്രകൾ 1 പൊട്ടിക്കുന്നു, വെള്ളക്കുതിര. 6, 3, 4 ചുവന്ന കുതിര. 6, 5, 6 കറുത്ത കുതിര. ഇതൊന്ന് ചിന്തിക്കാം. 6, 7, 8 മഞ്ഞക്കുതിര. 6, 10, 11 യാഗപീഠത്തിൻ കീഴ് അറുക്കപ്പെട്ട ആത്മാക്കൾ. 6, 12 പ്രപഞ്ചത്തിലെ മാറ്റം. 3 സയൻസ്. 4ാമത്തെ സയൻസ് പറയുമ്പോൾ ഇടവേള. 6, 12, 13 കുഞ്ഞു വായിക്കാം. വെളിപ്പാട് പുസ്തകം 6, 12, 13 എല്ലാവരും എടുത്താട്ടെ. ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവം. വെളിപ്പാട് 6, 12, 13 വാക്യങ്ങൾ. മക്കൾ വയസ്സയച്ചട്ടെ. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എർത്ത് കുക്ക്. അടുത്തത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി. അടുത്തത് അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ, പുസ്തക ചുരുൾ ചുറ്റുന്ന പോലെ. വായിച്ചോട്ടെ മോളെ. ആകാശം. ഇത് തന്നെ പ്രപഞ്ച ലക്ഷണം. യേശു പറഞ്ഞു, സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങൾ. അങ്ങനെയെങ്കിൽ എന്താ പ്രപഞ്ചം? 3 കാര്യം ഇപ്പോഴത്തെ സയൻസും ബൈബിളും.
ബൈബിളിനകത്ത് 3 സൃഷ്ടി. എല്ലാവരും പെരിയെ പോകത്തോളൂ. ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യോ, ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാ പ്രപഞ്ചം, യൂണിവേഴ്സ്. അതിന് സയൻസ് വിളിക്കുന്ന പേര് കാസ്മോസ്, ജോഗ്രഫി ടീച്ചേഴ്സ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിന് വാഴുവാൻ, പകൽ വാഴുവാൻ, ഈ ഭൂമിക്ക് വാഴുവാൻ എന്താ? ഉൽപ്പത്തി 1:16. പകൽ വാഴുവാൻ നിർണായകമായ സൂര്യൻ, രാത്രി വാഴുവാൻ നില, ചന്ദ്രൻ. ഉൽപ്പത്തി 1:16. ഇനി അത് കഴിഞ്ഞിട്ട് ആരാ ഭൂമി, ആരാ സൂര്യൻ? കേട്ടോണം. മിൽക്കി വേ ഗാലക്സിയിൽ നിൽക്കുന്ന 9 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാ ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അപ്പൊ സൂര്യന്റെ ആകർഷത്തിലാണ് ഭൂമി നിൽക്കുന്നത്. 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം. ഇയ്യോബ് 26:4 വീട്ടിൽ ചെന്ന് വായിക്കണം. 26:7, 38:4. ഉത്തരദിക്കിന് ഞാൻ ഉത്തരദിക്കിന് ശൂന്യതയിൽ, ഭൂമിയെ നാസ്തിത്വത്തിൽ. ഭൂമിയുടെ പ്രത്യേകത സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSCക്ക് വരും. 51.75 ചതുരശ്ര കോടി കിലോമീറ്റർ ഭൂമി. അതിൽ 36.75 കടൽ വെള്ളം. 23.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ ദാണ്ട് കറങ്ങുന്നത് ആ ഭൂമി. 24 തീ, 23 വെള്ളം. 1600 കിലോമീറ്റർ പമ്പരം കൊണ്ട് കറങ്ങുന്നത് ആ ഭൂമി. ആ ഭൂമി അപ്പോഴാരാ? ആരും ഞെട്ടണ്ട. പരശുരാമൻ മരുപറിഞ്ഞതൊന്നല്ല ഭൂമി. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയത്തിന്റെ രാശി ചക്രങ്ങളെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ രാശി ചക്രങ്ങളെ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ? ഇയ്യോബേ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടതാ സ്വർഗത്തിലെ ദൈവം. 1 ക്രിസ്റ്റ് 80, 2 80 മുതൽ 2000 മാൻഡേഡിന്റെ അടി ടെക്ടോണിക് പ്ലേറ്റ്. ആ പ്ലേറ്റ് സങ്കീർത്തനം 104:5 ഭൂമിയെ ഒരു നാൾ ഇളകിപ്പോകാതെ അതിന്റെ അടിസ്ഥാനങ്ങളിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനമിട്ടത്, പ്ലേറ്റ് അടിച്ചത് തിരുവല്ലക്കാരൻ ഗോപിനാഥൻ ആചാര്യല്ല, സ്വർഗത്തിലെ ദൈവം. അങ്ങനെയെങ്കിൽ 3 സയൻസ് ഇപ്പൊ ഇവിടെ കേൾക്കണം. നമ്പർ 1 സോളാർ റേഡിയേഷൻ. ഇന്ന് രാത്രി സൂര്യനകത്ത് 3 ഘടകമുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി എല്ലാ സയൻസാ. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. നമ്മുടെ ഇവിടുത്തെ കിളിയോട് സഹോദരി സുശീല സിസ്റ്റർ ഒരു തേങ്ങ എടുത്ത 3 കാര്യം. 1 തൊണ്ട്, 2 ചിരട്ട, 3 തേങ്ങാപ്പോൾ. അപ്പോൾ സൂര്യനകത്ത് 3 ഘടകം: ക്രോമോസ്ഫിയർ, പ്രോട്ടോസ്ഫിയർ, കൊറോണ. കൊറോണയ്ക്കകത്ത് ഒരു വാതകമുണ്ട്, അതിന്റെ പേര് ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നത്. 7 തട്ടുകളിൽ കൂടി പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നില, ചന്ദ്രൻ. ഇതിന്റെ പേരാ കൊറോണൽ മാസ് എജക്ഷൻ, CME. ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ. ഇനി ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേൾക്കണം. ഒരു നാളിൽ നിങ്ങളുടെ മൊബൈൽ അനങ്ങത്തില്ല. 2 വീട്ടിലിരിക്കുന്ന കോടയിന്ന് സണ്ണും വീഡിയോ കോണും കിട്ടത്തില്ല. ബാറ്ററി ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന കാർ പെരുവഴി കിടക്കും. അതിന്റെ അർത്ഥമാ സൂര്യനിൽ നിന്ന് ഒരു കാറ്റ് വരാൻ പോകുന്നു. അതിന് നാസ പറയുന്നു സോളാർ വിൻഡ് സ്ട്രോം. അതിനെ വിളിക്കുന്ന തീക്കാറ്റെന്ന. ആ കാറ്റടിച്ചാൽ നമ്മുടെ മൊബൈൽ ടവറിൽ നിന്ന് ഒരു സന്ദേശവും വരത്തില്ല. 2 നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കോട ഒന്നും വരത്തില്ല. TV ഇട്ടാൽ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു സിഗ്നലും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ഇന്നത്തെ ലിഥിയത്തിൽ ഓടുന്ന ചാർജിങ് ബാറ്ററികൾ ഈ ചൂട് കൊണ്ട് എത്ര കൊടുത്താലും ചാർജ് ആവത്തില്ല. ബാറ്ററിക്കാർ വഴിയിലായി പോകും. വരാൻ പോകുന്നു സോളാർ വിൻഡ് സ്ട്രോം, തീക്കാറ്റ്. അന്ന് മൊബൈലൊന്നും കിട്ടാതെ ഒരു ഭയങ്കര സംഭവം ലോകത്തിൽ വരാൻ പോവുക. അങ്ങനെയെങ്കിൽ 7 തട്ടുകൾ വഴിയാ സൂര്യന്റെ പ്രകാശം ഇറങ്ങി വരുന്നത്. സയൻസ് ആകാശത്തിന്റെ തട്ടുകൾ: 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. 5 തട്ടുകളുണ്ടത്. ഈ സയൻസ് അറിയാത്ത കാലത്ത് നെയ്യാറ്റിങ്കര കവലയിൽ നിന്നൊരു അപ്പച്ചൻ പാട്ടുപാടി, ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഒരു സയൻസും അറിയത്തില്ല പാവപ്പെട്ട അപ്പച്ചന്. ബൈബിൾ വായിച്ചിട്ട് നെയ്യാറ്റിങ്കര ഇത് പാടും, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ. ശക്തി ഇളകിയോ? അതിന് 2ാമത്തെ തട്ടിന്റെ പേര ഓസോൺ പാളി. 1ാമത്തെ തട്ട സ്ട്രാറ്റോസ്ഫിയർ. ദൈവത്തിന്റെ ആയുധപ്പര. കർത്താവിന് ആയുധശാലയുണ്ടോ? യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം തന്റെ ആയുധശാല തുറന്നു. ദൈവദാസന്മാർ ശ്രദ്ധിക്കാം. സോദോമിന്റെ മേ തീ എവിടുന്നാ കൊണ്ടുവന്ന്? അമേരിക്കയിൽ നിന്ന് വായ്പ മേടിച്ചു, ഇന്ത്യയിൽ നിന്ന് വായ്പ മേടിച്ചു. ആകാശത്തിന്റെ 1ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ തുറന്നു, തീയും ഗന്ധകവും ഇറങ്ങി. കറക്റ്റ്, ക്ലിയർ ആയോ? അപ്പൊ കർത്താവിന്റെ സൾഫറും ഫോസ്ഫറസും ഉണ്ടെന്ന്
പിന്നെ നമ്മൾ പാത്തോണ്ട ഇത് അടിക്കാത്ത അവ ഇങ്ങനെ കൊള്ളി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം മനസ്സാന്തരപ്പെട്ടു. രണ്ടാമത്തെ ലെയർ ഓസോൺ ലെയർ. അതാ കൊട. നമ്മുടെ മിന്നുമോളും ചിന്നുമോനും ഇരിക്കും. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മച്ചി ചൂടേക്കാതിരിക്കാൻ നെയ്യാറ്റിങ്കര കൊടുത്തു വിടുന്നതാ, മഴയേക്കാതിരിക്കാൻ കൊട. അങ്ങനെ ഒരു കൊട ദൈവം ഭൂമിക്ക് വെച്ചു. അതിന്റെ പേര് ഓസോൺ. ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ഓസോൺ പാളി കീറി സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതിന്റെ പേര് സോളാർ റേഡിയേഷൻ. ദാ കിടക്കുന്നു. പണ്ട് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും പാസ് കള്ളം പറയുന്നു. ഒരു ദിവസം കേരളത്തിൽ 3 പേർ സൂര്യാഘാതം മൂലം മരിച്ചു. ഇനി ബൈബിളിലോട്ട് പറഞ്ഞുതരാം. കുന്നിക്കോട് ഒരു ചെറുപ്പക്കാര് രാവിലെ പണിക്ക് വന്നു, തീർന്നുപോയി. ഞാൻ പാറശാല ദാണ്ട് ഇവിടെ തൊട്ടടുത്ത് പരശുവയ്ക്കൽ കുഴിഞ്ഞാമ്പള പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അന്നാ ഒരു സംഭവം, രാജിച്ചേട്ട് പരശുവയ്ക്കൽ വീട്ടിൽ നിന്ന് പണിക്ക് വന്നു. രാവിലെ 8 മണിക്ക് വന്ന കാപ്പിയായിട്ട് പണിഞ്ഞു. 2 മണിക്ക് വീട്ടിൽ ചെന്നില്ല. മക്കൾ വന്ന് 3 മണിക്ക് നെടുനട കിടക്കുന്നു. നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ആണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സോളാർ റേഡിയേഷൻ ഡയറക്റ്റ്. അതുകൊണ്ടാ രാജുചേട്ടൻ മരിച്ചത്. പരശുവയ്ക്കൽ 52കാർ. സകല വാർത്താ മാധ്യമങ്ങളും ഞെട്ടിപ്പോയി. പുനലൂരിൽ കണ്ടില്ല, ചെറുപ്പക്കാരും പോകുമ്പോൾ കൈക്കകത്ത് ഷോക്കേറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നടക്കുന്ന സംഭവം എല്ലാവരും കേൾക്കണം. സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയ 1100 പേർ ചൂടേറ്റ് മരിച്ചു. കരമുയരുന്നവർക്കായി, പത്രം വായിച്ചവർക്കായി ക്ലിയറായിക്കോണം കേട്ടോ. വടക്കേ ഇന്ത്യയിൽ ഇന്നലെ തൊട്ടാ മഴ. അതിനു മുമ്പ് UP-യിലും അവിടെയെല്ലാം അനവധി പേർ കുഴഞ്ഞു വീണ് മരിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു 12 മുതൽ 3 വരെ റോഡിൽ ഇറങ്ങരുത്. വീണ ജോർജ് പറഞ്ഞു 10 മണി മുതൽ സൂര്യനെ സൂക്ഷിക്കുക, സൂര്യ തരംഗമുണ്ടാകാൻ സാധ്യത. അമിത്ഷാ അവിടെ റാലി നടത്തി മഹാരാഷ്ട്ര തീവ്രവാദിയല്ല, 12 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? വായിക്കാം മോളെ, ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം സോളാർ റേഡിയേഷൻ. സൂര്യൻ മനുഷ്യനെ കൊല്ലും. ദാണ്ട് ധ്രുവ ദീപ്തി ഇതാ കിടക്കുന്ന മലയാളത്തിൽ. ഇതിന്റെ പേര് സോളാർ റേഡിയേഷൻ. ധ്രുവ ദീപ്തി ഇന്ത്യയിലും സോളാർ റേഡിയേഷൻ മനുഷ്യനെ കൊല്ലും. മോള് വായിച്ചാട്ടെ വെളിപ്പാട് 16:8 വായിക്കാം. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അടുത്തത് അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം സൂര്യൻ അധികാരിൽ. അടുത്ത വാക്ക് കിടക്കുന്ന ചായ സൂര്യാഘാതം അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇന്ന് രാത്രി സൗദി അറേബ്യയിൽ 1071 വീഴുന്നതിന് മുമ്പ്, പരശുവയ്ക്കൽ രാജുചേട്ടൻ കുന്നിക്കോട് ജോൺസൺ വീഴുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു എഴുതിക്കോ, അന്ത്യദിനങ്ങൾ പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യ മനുഷ്യനെ കൊല്ലുന്ന കാലം വരും. സ്റ്റാർട്ടിംഗ് വെടിക്കെട്ട് തുടങ്ങി. ഇന്ന് രാത്രി ഈ പ്രയർ സെന്ററിൽ ഇരിക്കുന്ന ദൈവമക്കളെ, വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയമടുത്ത് എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം, ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീതി സൂര്യൻ നമുക്ക് വേണ്ടി ഉദിച്ചുയരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. 2 വരാൻ പോകുന്നു ആകാശപ്പാറ. വായിച്ച് സഹായിച്ചാട്ട് മോളെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10 മുതൽ 11 വാക്യങ്ങൾ. മോൾ എടുത്താൽ വെളിപ്പാട് 8, 10, 11 വാക്യങ്ങൾ വായിക്കാം. 3-ാമത്തെ ദൂതൻ ഊതി ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം, ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. അതിന്റെ പേര് ആകാശപ്പാറ. എവിടെ വീണു മോളെ? ആകാശത്തു നിന്ന് വീണു. എവിടൊക്കെ വീണു? നദികളിൽ 3-ൽ-1 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. അവിടെ പുൽസോപ്പെടുന്ന ഞാൻ പറയുമ്പോ വായിക്കാം. ദാണ്ട് പ്രപഞ്ചം ചുട്ടുപഴുത്ത ചെറിയ ഗോളമാകും. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. നെയ്യാറ്റിങ്കരയിൽ ചിന്നമ്മ അഭിലേഷം ഉണ്ടാക്കുന്ന പോലെ പ്രപഞ്ചം ചുട്ടുപഴുക്കുമെന്ന്. ചുട്ടുപഴുത്താൽ ആകാശത്ത് നിന്ന് പാറ വീഴും. ദാണ്ട് വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ആകാശത്തിൽ ഉൽക്ക കിടപ്പുണ്ട്. പെരുങ്കടപ്പുള്ള ആലത്തൂർ ഇതിന്റെ മേളിലാ. അവിടെ ഈ പാറക്കോറി ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മുക്കുന്നിമലയിലാ പ്രസംഗിച്ച് അവിടെ പോയി കണ്ട്. പാറ പൊട്ടിക്കുമ്പോൾ എല്ലാ പാറയും കോറിയിലല്ല വീഴുന്നത്, പലതും പുറത്തേക്ക് തെറിക്കും. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ. അടുത്ത സയൻസ് ഇത് കണ്ടോ, ദൈവദാസന്മാർ, റഷ്യക്ക് മീതെ പൊട്ടിച്ചു തെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ഹിരോഷിമ നാഗസാക്കി 45 ഓഗസ്റ്റ് 6 അമേരിക്ക 2 വിമാനം, എനാഗുള ബോക്സ്കാർ 2 ബോംബ്, യുറേനിയം. അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ബോയിയുടെ പ്ലൂട്ടോണിയത്തിന്റെ ബോംബ് പോയിട്ട് 1,40,000 പേരാ മരിച്ചത്. അങ്ങനെയെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു ഉൽക്ക വീണ 45 ലക്ഷം പേർ മരിക്കുമെന്ന്.
ഇനി അടുത്തത്, ഈ ഉൽക്ക ചില സ്ഥലത്ത് കത്തും. അങ്കമാലിയിൽ തീകോളം, പാലായി തീകോളം, നെയ്യാറ്റിങ്കര തീകോളം. പാസ്റ്റർമാരോടനെ പോസ്റ്റ് ഇടും യേശു വരുന്നു. സന്തോഷമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൽ നിന്നൊരു പെൺകുട്ടിയുണ്ട്, ഒരു ഇസബേൽ. അവളൊരു തീകോളം കണ്ട അന്നേരേ പറയും യേശു വരുന്നെന്ന്. അങ്ങനൊന്നും യേശു വരത്തില്ല. പെരുങ്കടവിളയിലെ കോറിയൊന്നും എഴുതി വിട്ട് അച്ചായന്മാർ പോകരുത്. 3 കാര്യം നടക്കണം. 1, യേശു വരാൻ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. 2-മത്തെ കാര്യം, ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാകും. ഒക്ടോബർ 7 തൊട്ട് തമാശമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. 3, നമ്മുടെ കൺവെൻഷൻ. എന്താ? ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നത് ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. ഈ 3 കാര്യം കർത്താവിന്റെ വരവ്. അല്ലാതെ നെയ്യാറ്റിങ്കര ഏതെങ്കിലും പ്രവാചകൻ വന്നിട്ട് 2025 യേശു വരുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ കട്ടൻ ചായയും പരിപ്പണയും കൊടുത്ത് അവനെ വണ്ടി കയറ്റിയേക്കട സ്വോത്രം. അതല്ല കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ. ഇനി നിങ്ങൾ 2009 കേട്ടുകൊണ്ടിരിക്കണം. അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. കാര്യം എന്താണെന്നറിയാം? 106 ആകാശപ്പാറ ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്ക് വരെ പോയി. ജപ്പാനിൽ ചെന്നിട്ട് അവൻ വണ്ടി റിവേഴ്സ് ഇട്ട് ഉച്ചക്കട പൊടിയിലോട്ട് വണ്ടി പിടിക്കുന്നത് പോലെ ഇട്ട് നാസ പറഞ്ഞ ആരും പുറത്തിറങ്ങരുത്. 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. ആകാശപ്പാറ. ഇന്ന് രാത്രി ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ 2018 കോവിഡിന് മുമ്പ് ഈരാറ്റുപേട്ട ടൗണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളുടെ കോട്ടയ 3 ദിവസത്തെ പ്രോഗ്രാമാ. 2 ദിവസം ഞാൻ IPC-ക്കാരാ. ആദ്യം ഒരു ദിവസം സിറ്റി ചാനൽ അവിടെ ഡയറക്റ്റ് ലൈവ് കൊടുക്കുന്നു. ടെലിവിഷൻകാർ വന്ന് ജില്ലാ ചാനൽ അവർ ലൈവ് കൊടുത്തു. 2-ാം ദിവസം അവർ എന്നോട് ഒരു പാസ്റ്ററെ മൊബൈൽ നമ്പർ തരണം. ഇന്നലെ പലരും ചോദിക്കുന്നത് ആരാ പ്രസംഗിക്കുന്നത്, അന്ത്യകാലമാ, കോണ്ടാക്ട് ചെയ്യാൻ മാർഗമുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ തന്നെ സ്വസ്ഥതയില്ല മോനെ, ആർക്കും അങ്ങനെ കൊടുക്കത്തില്ലെങ്കിലും തരാം, ചെറുതായിട്ട് കാണിച്ചേക്കാൻ. രാത്രി 10 മണി 9:40 പാട്ടുപാടി യോഗം. 2 ചപ്പാത്തി 1 ചായ. 11 മണിക്ക് കുഞ്ഞുങ്ങൾ എന്നെ പാലായി കൊണ്ടുവിട്ടു. തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ. പാലായിന് ഞാൻ കയറി ടിക്കറ്റ് എടുത്ത് ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. 11:40 ആയപ്പോൾ ഒരു ഫോൺ കോൾ. ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താങ്കളുടെ വിദ്യാഭ്യാസം എന്തുവാന്ന്. മക്കളെ 2 മണിക്കൂർ ജങ്ക് തകർന്നു 2 ഘട്ടനും അടിച്ച് ബസ് യാത്ര ചെയ്യുന്ന എന്നോട് ചോദിക്കുക എൻ്റെ വിദ്യാഭ്യാസം എന്തുവാന്ന്. അന്ന് ഇച്ചിരി ലെവൽ ക്ലിയർ ആയിരുന്നു. അല്ല എൻ്റെ വായി വരുന്ന ഞാൻ പറഞ്ഞതിനെ സ്വോത്രം. ഞാൻ പറയുന്നതിന് മോശമൊന്നുമല്ല വിജയം ഭാഷപ്പെട്ടിരിക്കുന്നെങ്കിലും ചിലപ്പം വായി വരുന്ന ഞാൻ പറയും സ്വോത്രം. അന്ന് എൻ്റെ ക്ലിയർ ആയിരുന്നു ഇച്ചിരി. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തോ വേണം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ക്ഷമിക്കണം സമയം വൈകി, ഞാൻ റോമൻ കത്തോലിക്കാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാലാ കോളേജിലെ പ്രൊഫസറുമാണ്. അപ്പോൾ എന്നോട് പറയാം 2 ദിവസം TV കൂടെ പ്രസംഗം കേട്ട് ഉറക്കമില്ലെന്ന്. ഞാൻ പറഞ്ഞു ബൈബിൾ വായിച്ചാൽ മതി തന്നെ ഉറങ്ങാം, സ്വത്രം വേറെ ഒരു കുഴപ്പം വേണ്ട. പുള്ളി എന്നോടൊരു സംശയം ചോദിക്കുക. വലിയ പുള്ളിയാ, സാധാരണ പുള്ളിയല്ല. പുള്ളി എന്നോടൊരു സംശയം ചോദിച്ച കാര്യമുണ്ട്. എന്താ ചോദിച്ചത്? സാറേ ഈ ആകാശപ്പാറയൊക്കെ ശരി 4 സെന്റിമീറ്റർ 750 കിലോമീറ്റർ ക്ലിയർ. പുള്ളിയുടെ സംശയം പാലായി 2 ബൈക്ക് കൂട്ടിയിടിക്കുന്നു, പാറ മുട്ടാത്ത എന്താ? ഒറീസയിൽ ഒരു ട്രെയിനിന്റെ മേളിൽ കയറുന്നു, എന്താ ഈ പാറ മുട്ടാത്തത്? അടുത്ത വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു വിമാനം ഒരേ ദിശയിൽ, ഈ പാറ എന്തുകൊണ്ട് കൂട്ടിമുട്ടുന്നില്ല? ഞാൻ പറഞ്ഞു എൻ്റെ സാറേ അത് കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം പോകണം. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പത്രോസേ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ ഞാൻ സ്വർഗരാജ്യത്തിൽ അഴിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ. പെന്തക്കോസ് പെരുന്നാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ക്രിസ്തുവാകുന്ന മൂലക്കൽ അടിസ്ഥാനപ്പെട്ട ദൈവസഭയാകുന്ന പാറയുടെ കൂട്ടം എടുക്കുന്നതിന് മുമ്പ് ഈ പാറ വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ക്ലിയറായോ? 2-മത്തെ സയൻസ്. അങ്ങനെയെങ്കിൽ ആകാശപ്പാറ വീണാൽ എവിടെ വീഴും? ഇനി എവിടെ വീഴും? നെയ്യാറി വീഴും, കരമനയാറി വീഴും, പൂവാറിൽ വീഴും. ഈ പാറയുടെ പ്രത്യേകത ആ നക്ഷത്രത്തിന്, ഇനി മോള് വായിച്ചയക്കണം, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേര്. അടുത്ത വാക്ക് വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. 200 കോടി പേർ മരിക്കാൻ പോവാ. 1/3. ലോകത്തിലെ ജനസംഖ്യ 800 കഴിഞ്ഞു. കുറച്ച് പേര് പ്രിയന്റെ പറയുന്നു, ബാക്കി 3-ാം ലോക മഹായുദ്ധത്തിൽ മരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് പേര് കാണും. അതിൽ നല്ലൊരു ഭാഗം എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ വാട്ടർ ഇൻഫെക്ഷനിൽ മരിക്കാൻ പോകുന്നു. അതിന്റെ പേര് 1/3 200 കോടി. വായിച്ചിട്ട് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന്. വെള്ളം
വെള്ളം വായിച്ചോട്ടെ. വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി. അതാ 1/3 200 കോടി 1/3 വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനിയുള്ള സയൻസ് നിങ്ങൾ കേൾക്കണം. എവിടാ? തേങ്ങാപട്ടണം, കൊല്ലങ്കോട്, പൂവാർ, പടുവഞ്ചാൽ, പുല്ലുവിള, ശംഖുമുഖം, ചെറിയടീക്കൽ, കാപ്പാട് എല്ലാവരും കണ്ട് മീൻ കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. വെടിഞ്ഞത്ത് പോയ മാസ്റ്റർമാരും കണ്ട്. എന്താ ഇതിന്റെ സമയം? ആന്ധ്രക്കാരൻ നഞ്ചു കലക്കിയതല്ല, ആകാശത്ത് നിന്ന് വീഴുന്ന അസ്ട്രോയിഡ്. ആ അസ്ട്രോയിഡിനകത്തൊരു സംഭവമുണ്ട്, ഫ്ലൂറൈഡ്. അത് കടലിലെ വെള്ളമായിട്ട് മിക്സായി. ആ മിക്സായ ലായനി മത്സ്യത്തിന്റെ ചെകിള കടിക്കുമ്പോൾ ഉൾക്കടലിൽ കിടക്കുന്ന മത്സ്യത്തിന് കിടക്കാൻ പറ്റത്തില്ല. അച്ചായ വല്ലി വാല് മുറിച്ചിട്ട് ഓടുന്നത് പോലെ അതാ ഈ വിഴിഞ്ഞത്തും പൂവാറും കടൽ മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അതാ മീൻ കൂട്ടത്തോടെ. കഴിഞ്ഞ ദിവസം 24 ചാനൽ PP ജെയിംസ് കാണിച്ചു. ശ്രീകണ്ഠൻ നായർ പാലക്കാട് യാക്കര 1000കണക്ക് മീൻ ചത്തൊഴുകുന്നു. സ്വോത്രം. കഴിഞ്ഞ ദിവസം പെരിയാർ എത്ര പേര് കണ്ടു? ആസിഡ് കമ്പനി ഒഴിച്ചപ്പോ വളർത്തിയ മീനൂടെ ചത്തുപോയി. കണ്ടില്ലയോ? കളക്ടറെ പിടിക്കാൻ പോയണ്ടില്ലേ ആൾക്കാര്? അതിന്റെ മൂത്ത ചേട്ടൻ അവിടെ വരാൻ പോകുന്നേ. അവസാനം വരാൻ പോകുന്നു വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ, വാട്ടർ ഇൻഫെക്ഷൻ. അത് പേടിച്ചത് കൊണ്ടാ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കൺവെൻഷൻ കഴിയുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന യേശു വരാൻ കാലം എന്നല്ല, ജലം അമൂല്യമാണ്. സന്തോഷമില്ലല്ലോ? സ്വത്രം. പെരുമ്പഴ സ്കൂളിൽ കുഞ്ഞ് താണ്ട കൈയെഴുതാൻ ചെല്ലുമ്പോൾ ടീച്ചർ പുറേ വടിയാട്ടേക്ക് പെട്ടെന്ന് പൈപ്പടയ്ക്കാൻ ടാപ്പുകൾ തുറക്കുന്നത് സൂക്ഷിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുമോ? 2025 നെയ്യാറ്റിങ്കര വരാൻ പോകുന്ന സെൻസർ ടാപ്പ്. എന്താ അതിന്റെ പ്രത്യേകത? ഒരു വ്യക്തിക്ക് കൈ കഴുവാൻ കറണ്ട് വാട്ട് കൊടുക്കുന്ന ടാപ്പേ ഉള്ളൂ. കൈ കാണിക്കുമ്പോൾ വെള്ളം വരും, കൈ കഴിയുമ്പോൾ 1 മിനിറ്റ് കൊണ്ട് വെള്ളം അടയും. പെട്ടെന്ന് കൈ വഴി പോകണം. അപ്പൊ നെയ്യാറ്റിൻകരയിൽ അണ്ണന്മാർ വിചാരിക്കും എവനേക്കാളും ബുദ്ധി ഉണ്ടെന്ന്. അടയുമ്പോ പിന്നെ ഒന്നുകൂടെ കൈ കാണിക്കുമെന്ന്. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ടാപ്പിന്റെ മേളിൽ സെൻസർ ഉണ്ട്. ഒരു കൈ കാണിച്ചാൽ റേഷൻ മേടിച്ചാൽ പിറ്റേന്ന് റേഷൻ കടയിൽ ചെന്നാൽ ചേച്ചി പറയുന്നത് കറുവാപ്പസി സ്വോത്രം. ഒരു പ്രാവശ്യം കൈ കാണിച്ചാൽ പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞേ ആ കൈക്ക് വെള്ളം കിട്ടൂ. സന്തോഷമില്ലല്ല ചായ? എല്ലാം തീരാറായി. ഇതിന്റെ പേരാ വാട്ടർ സെൻസർ ടാപ്പ്. കൈ കാണിക്കുമ്പോ വെള്ളം, കൈ കഴുകാം. പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞേ ഏത് ടാപ്പിലും കിട്ടത്തുള്ളൂ. ഈ പോസിനേക്കാളും വലിയ പുള്ളി അതിനകത്ത് വരാൻ പോകുന്നത്. മാനസാന്തരപ്പെട്ടോ? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വാട്ടർ ഇൻഫെക്ഷൻ, ജലത്തിനകത്ത് നിന്ന് ജലജന്യ രോഗങ്ങൾ. അതാ അമീബ, മെനിഞ്ചൈറ്റിസ്. ഇന്നലെ ഏഷ്യാനെറ്റ് കാണാം, ഇന്നും കാണാം. 2 പേര് കോഴിക്കോടിനകത്ത് വെള്ളത്തിനകത്ത് കുളിച്ചു. 2 കുഞ്ഞുങ്ങൾ മരിച്ചു. 3ാമത്തവന് സീരിയസാ. സ്വോത്രം. എന്തുവാന്ന് മെഡിക്കൽ സയൻസിന് അറിയത്തില്ല, വീണ ജോർജിനും അറിയത്തില്ല. വാട്ടർ ഇൻഫെക്ഷൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 200 കോടി പേർ വെള്ളം കുടിച്ച് മരിക്കും. ഇന്ന് രാത്രി ആ വെള്ളം നിങ്ങളുടെ ടാപ്പിനകത്ത് ഒരു കാലത്ത് വരും. ആ വെള്ളം മത്സ്യത്തെ കൊന്നോലെ കടൽ വഴി വരും. ആ വെള്ളം വാട്ടർ ഇൻഫെക്ഷൻ വഴി ഉൽക്ക വീണാൽ നെയ്യാറിന് നേരെ മണ്ഡപത്തിൻ കടവ്, നേരെ ബ്രായിമോട്, ഉച്ചക്കട എല്ലായിടത്തും ഇതാ. അരുവിക്കര ഒന്ന് വീണാൽ തിരുവനന്തപുരം ടൗൺ, പട്ടം, നാലാഞ്ചിറ, കേശവദാസപുരം എല്ലാം ഈ വെള്ളം വരും. കരുമനയാറ്റി ഒന്ന് വീണാൽ കിള്ളി സഹിതം, പൂജപ്പുര സഹിതം ഇതുപോലെ വാട്ടർ ഇൻഫെക്ഷൻ മരിക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ഇൻഫെക്ഷൻ പിടിച്ച വെള്ളം ഞങ്ങളുടെ ടാപ്പിനകത്ത് വരുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കാം. എന്റെ കാന്തൻ മധ്യ ആകാശത്തിൽ വരും. ശമര്യാക്കാരി സ്ത്രീ, സുഗോറിന്റെ പട്ടണത്തിൽ യാക്കോബിന്റെ കിണറാണ്. ഉള്ള പാരമ്പര്യത്തിൽ നിൽക്കുക. യഹൂദനും ശമര്യാക്കാരിയും എത്ര സംഭാഷണം നടത്തി. അവളോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്കൊരു നാളും ദാഹിക്കയില്ല. പെരുമ്പഴുതൂർ നെയ്യാറ്റിൻകരയിലെ ദൈവമക്കൾ പറയണം, ഇൻഫെക്ഷൻ പിടിച്ച വാട്ടർ നമ്മുടെ മുൻപിൽ എത്തുന്നതിന് മുമ്പ് ജീവജല നദിയിൽ നിന്ന് പാനം ചെയ്ത തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 3 സയൻസ്. 1 സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2 ആകാശത്തിൽ നിന്ന് പാറ വീഴും. 3 വാട്ടർ ഇൻഫെക്ഷൻ. 4 കമ്പ്യൂട്ടർ സാധനങ്ങളുടെ വില നിശ്ചയിക്കാൻ പോകുന്നു. വായിക്കാം. ക്ഷാമകാലം. വെളിപ്പാട് 6, 5, 6 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 6, 5, 6. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ ഇടവേളയിലേക്കോ. വെളിപ്പാട് 6, 5, 6 വാക്യങ്ങൾ വായിച്ചായിട്ട് വളരെ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. കറുത്ത കുതിരയുടെ പേരാ ക്ഷാമം. അതിന്റെ കയ്യിൽ വായിച്ചായിട്ട് മോളെ, അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അതിന്റെ പേരാ 1 ബൈമൺ സ്കെയിൽ സമം ബാർകോഡ്. കമ്പ്യൂട്ടർ സകല സാധനങ്ങളിലെയും വില നിശ്ചയിക്കും. ദാണ്ടേ
ഇതാ ഈ ബാർകോഡ് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടുവാൻ ഇവിടെ ഞാൻ കൺവെൻഷന് വന്നു. വിജയം പാഷൻ ഞാൻ നെയ്യാറ്റിങ്കര പോയി. ശബരിയുടെ സൂപ്പർ മാർക്കറ്റ് പണ്ടൊരു പേന മേടിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പെങ്കച്ചു പറയും, ചേട്ടാ 12 രൂപ നേരം കൊണ്ടുവെക്കും. അന്ത കാലം മുടിഞ്ച് താണ്ടൊരു ബാർകോഡ് കണ്ടോ? സന്തോഷമില്ലല്ലോ. കീ കൂക്കു റെയ്നോൾഡിന്റെ പേര, GST, വാറ്റ് എല്ലാം ദാഹിക്കുന്നു. സ്വത്രം ദാടക്കണം. ഇതാ കമ്പ്യൂട്ടർ ട്രാൻസാക്ഷൻ. ഇതാ പത്മോസിൽ യോഹന്നാൻ കണ്ടത്. ഒരു തുലാസ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ പേര 1 വെയ്മൻ സ്കെയിൽ. സാധനങ്ങളുടെ വില കമ്പ്യൂട്ടർ നിശ്ചയിക്കുന്നു. ശരിയായില്ലേ അമ്മമ്മേ? ഏത് സാധനത്തിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സപ്ലൈ കോയിലാട്ട്, ശബരി നെയ്യാറ്റിങ്കരായിട്ട്, അത് കഴിഞ്ഞിട്ട് റിലയൻസ് ആവട്ടെ, കീ 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 ഒറ്റയടി. സ്വത്രം വിലയൊന്നും പറയട്ടെ. അവസാനം ഒരു ബില്ല് ക്രെഡിറ്റ് കാർഡൂടെ തരാൻ പറയും. അതാ 1 വെയ്മൻ സ്കെയിൽ. അതിന് പ്രവചന ഭാഷയിൽ പറയുന്നത് GST, ഗുഡ് സർവീസ് ടാക്സ്. സന്തോഷമില്ലല്ലോ. ഏത് സാധനം മേടിച്ചാലും അവനായില്ലയോ? അയ്യോ, നെയ്യാറ്റിങ്കര ആര്യാസി കയറി നല്ലൊരു മസാല ദോശ എന്ന 3 രൂപ, അതിനും GST. സ്വത്രം. കാലം പോയോ? സ്വത്രം തീർന്ന്. അത് കഴിഞ്ഞ് ഗൾഫ് രാജ്യത്തെ പിള്ളേർക്ക് വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ്. ഇനി അടുത്ത വാക്ക് മോള് വായിക്കണം, എല്ലാവരും കേൾക്കണം. ഇന്ന് മാനസാന്തരപ്പെട്ടോണം. ഒരു പണത്തിന് വായിച്ചു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്. അടുത്തത് ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. നല്ല വായന മോള്, മാറ്റല്ലേ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. അവിടെ നിൽക്കട്ടെ. ഈ കുഞ്ഞെന്ത് മര്യാദയ്ക്ക് വായിച്ചു. ഞാൻ കോട്ടയത്ത് ചുങ്കത്ത് 4 ദിവസം ന്യൂ ഇന്ത്യയുടെ കൺവെൻഷൻ കർത്താവിന്റെ വരവ് അന്ന് വായിക്കാൻ ഏൽപ്പിച്ചത് പാസ്റ്ററിന്റെ ഒരു അസിസ്റ്റന്റിനെ ആയിരുന്നു. സ്വതന്ത്രം നല്ല പയ്യൻ. 3-ാമത്തെ ദിവസം ഓരോ മുദ്രയെ പറ്റി പ്രസംഗിക്കുക. ഇടവേളയ്ക്ക് മുമ്പിട്ട് ഇന്നത്തെ കണക്ക് ഞാൻ വായിക്കാൻ കൊടുത്തപ്പോൾ ഇവൻ വായിക്കുക. ഞാൻ ഇത് തുടത്തില്ല. ഇതെല്ലാം ഞാൻ നോട്ട് ഡോക്ടർ തയ്യാറാക്കുന്നതിലെല്ലാം തുണ്ട് വെച്ചിരിക്കുക. ബൈബിള് തുറക്കത്തേയില്ല. ഇതെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് സ്വതന്ത്രം യവൻ കൂടെ വായിക്കുക. ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. എന്റെ സംശയം, ഇനി എന്റെ ബൈബിള് മാറിയോ യവന്റെ ബൈബിള് മാറിയോ? ഇടവേളയ്ക്ക് പാസ്റ്റർ ചായ തന്നു. ഞാൻ ഇച്ചിരി കുടിച്ചപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ യവൻ വായിച്ച ശരിയല്ല. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഇടങ്ങഴി യവ. പാസ്റ്റർ നോക്കി. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നാളെ കൂടെ യോഗ കൊണ്ട് മിണ്ടൽ. അവൻ നമ്മുടെ അസിസ്റ്റന്റാ. കൊശമറ്റം ഫൈനാൻസിൽ പണയം എടുക്കുന്നവനാണ്. സ്വത്രം. അവൻ ഏത് കണ്ടാലും പണയം. സ്വത്രം. എത്ര ക്ലിയർ ആണ് നമ്മുടെ മോൾ, എത്ര ക്ലിയർ ആയിട്ട്. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴിയവ. അതാ ഇന്നത്തെ റേഷന്റെ ഈ പോസ്. കറക്റ്റ് തല എണ്ണി ആഹാരം കിട്ടും. ഞാൻ കുപ്പിവെള്ളം GR അനിലിന്റെ കാര്യം കൊണ്ടുവരാനായി കറങ്ങുന്നത്. അതിനുവേണ്ടി കറങ്ങുന്നത്. അടുത്തത് വായിച്ചാട്ട് മോളെ. എണ്ണയ്ക്കും വായിച്ചാട്ട്. എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണയും വീഞ്ഞും ഇത് 2 പ്രവചന ഭാഷയാണ്. ഒന്ന് ക്രൂഡ് ഓയിൽ. ഏതാ ക്രൂഡ് ഓയിൽ? കോവിഡ് കാലം നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഏതെങ്കിലും പെട്രോൾ പമ്പ് അടച്ചതായിട്ട് നിങ്ങൾക്ക് വിവരമുണ്ടോ? ഇല്ല. എല്ലായിടത്തും എണ്ണ ഉണ്ടായിരുന്നു, പെട്രോൾ പമ്പ്. 2 വീഞ്ഞിന്റെ പേര പ്രവചന ഭാഷ മരുന്ന. യഹൂദനും ശമരിയ. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ഐതിഹ്യ ജീവിതത്തിൽ വഴിയമ്പലത്തിൽ കടന്ന് ഒരുവന് സത്രത്തിൽ കൊണ്ടുപോയിട്ട് അവന് വീഞ്ഞു കൊടുക്കാൻ. സ്വത്രം. അതാ മരുന്ന്, പ്രവചന ഭാഷ. കോവിഡിനകത്ത് നെയ്യാറ്റിങ്കര ആർക്കെങ്കിലും മരുന്ന് കിട്ടാതിരുന്നു? വാട്സപ്പ് അടിച്ച് മെഡിക്കൽ സ്റ്റോറുകാർ നിങ്ങൾക്ക് മെസ്സേജ് വന്നു, മരുന്ന് ടൈപ്പ് ചെയ്യാതെ ചെറുപ്പക്കാരെ വീട്ടിൽ കൊണ്ടു തരുമെന്ന്. സ്വത്രം. ക്ലിയർ അല്ലായിരുന്നോ? ആശ്വാസം, നീതിയും. അതാ ഈ കോവിഡ് സാധാരണ സംഭവമല്ല. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ വരാൻ പോകുന്ന ക്ഷാമം. അതാണ് ഇനിയുള്ള പ്രസംഗം. വായിക്കാം. ഇത് നാട്ടുകാരെല്ലാം ഒന്ന് പറയണം. അതുകൊണ്ട് ചേച്ചിമാർ ഈ വാക്യെങ്കിലും എടുക്കണം. എസക്കേൽ പ്രവചനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാം. എസക്കേൽ 4:10-11. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. 20 ശേക്കൽ തൂക്ക. ശേക്കൽ ഇസ്രായേലിന്റെ. അതാ 200 ഗ്രാം. അതിൽ വെച്ചായ ദൈവദാസന്മാരെ, ബ്രെഡിനകത്ത് 450, 250 മിണ്ടുന്നില്ല. എല്ലാ ഫുഡ് ഐറ്റത്തിനകത്തും തൂക്കമായില്ലയോ? ചപ്പാത്തി 200 ഗ്രാം ആയില്ലയോ? എല്ലാത്തിനകത്ത് തൂക്കം. തൂക്കം ഇല്ലാതൊരു ഭക്ഷണ സാധനത്തിന് പാക്കറ്റ് ഉണ്ടോ? ഇല്ല. എല്ലാം താണ്ട. ഇതാ അളവ് തൂക്കം ഒരുവന്റെ കയ്യിൽ. 200 ഗ്രാമ ഇസ്രായേലിനോട് ചേർന്ന് 200 ഗ്രാമ ഇന്ത്യ. ശേക്കൽ സമം 10 കൊടുത്താൽ 200 ഗ്രാം. അതായി കവർ ചപ്പാത്തി. അടുത്ത വാക്ക് വായിക്കാം. നേരത്തോട് നേരം. വായിച്ചിട്ട് മോളെ. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. പിന്നെ ഇവിടെ നിൽക്കണേ. സ്വത്രം. അതിനാസ്പദമായി ആട്ടിയമാവും കവർ ചപ്പാത്തി. ഞാൻ തമിഴ്നാട്ടിൽ പോകും.
உலகத்தின் முடிவும் கடைசி கால செய்திகளும் அருமையான தேவனோட வசனம் சொல்படியாய் ഞാൻ അവിടെ ചെന്ന അവിടെ നോക്കി കവറിയെ പാത്തി കഴിഞ്ഞ മാർച്ച് മാസം മുഴുവൻ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഗോരഖ്പൂർ, മധ്യപ്രദേശ്, ഭോപ്പാൽ, ഇംഫാല്, ഛത്തീസ്ഗഡ്, റായ്പൂർ എല്ലായിടത്തും പോയി. അവിടെ ഞാൻ ചെറുപ്പക്കാരെടുത്ത് പറഞ്ഞു കവറിയെ പാത്തി വേടിയിൽ സബ്ജി നമുക്ക് ഉണ്ടാക്കാം. എല്ലാ കവറിലും രാജൻ പാസ്റ്റർ 10 ചപ്പാത്തി. ക്ലിയർ ആയില്ലയോ? റെഡി ആയില്ലയോ? ഒരു വണ്ട കയ്യിലായില്ലയോ? തുലാസ്. ഇത് കുടുംബത്തിനനുസരിച്ചാ. നാം 2, നമുക്ക് 2. അപ്പം അപ്പൻ അമ്മയ്ക്ക് 2, 4, കുളന്ത 2 8. ഒന്നീ വല്യപ്പന വല്യമ്മ വീട്ടിൽ മൂലക്കാണ് പായുടെ വീട്. ഒന്ന് ചുരുട്ടി കൊടുക്കാൻ ഓരോന്ന് 10 ജീവൻ കിടക്കാൻ. ക്ലിയർ ആയില്ലയോ? അല്ലെന്നുണ്ട് കൂടുതൽ മേടിക്കണം. ക്ലിയർ ആയില്ലയോ? അതല്ലേ ഇന്നത്തെ റേഷൻ. ഈ പോസ് ആരെയും വിഷമിക്കേണ്ട. വിജയം ഭാഷ പിടിക്കാം. ഇവിടെ ഒരു മാസികവും കുഞ്ഞുങ്ങളുടെ BBS കിളിയോടി എന്ന റേഷൻ കടയിലെ സുരേന്ദ്രൻ ചേട്ടനോട് പറയും, സുരേന്ദ്ര ഒരു ആ കരി തരണേ. മാസയോഗവും ഉണ്ട്, BBS ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് ദോശ ചൂടാണ്. സുരേന്ദ്രൻ പണ്ടാന്നേ പറയും, പാസ്റ്റ് ധൈര്യമായിട്ടോ 10 മണിക്ക് ബൈക്കുമായിട്ട് 7:30 ബൈക്കുമായിട്ട് ഞാൻ അത് പുറകെ ഞാൻ ഒരെണ്ണം വെച്ചുതരാം, പടപട കൊണ്ടുപോക്കണമെന്ന് രാത്രി. അതല്ലായിരുന്നു അമ്മമ്മ റേഷൻ കടയിൽ. ഇന്ന് കിളിയോടെ സുരേന്ദ്രൻ ചേട്ടനടുത്ത് വിജയം ഭാഷ എന്ന് കവറുമായിട്ട് 20 കിലോ ചോദിച്ചാൽ പറയും, ഉള്ളത് കുഴപ്പമുണ്ടാക്കാൻ അണ്ണം വീട്ടിൽ പൊക്കോളാൻ പറയും. സന്തോഷമില്ലല്ലോ? സ്വന്തം ഒറ്റത് മറിക്കാൻ പറ്റത്തില്ല. എല്ലാം കമ്പ്യൂട്ടറായി. ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ. ഇന്നത്തെ തീറ്റി എന്തോ. അതുകൊണ്ടാ ലൂക്കോസ് 26, 34, 35, 36 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഒരു കെണി പോലെ ആ ദിവസം നിങ്ങളുടെ മുൻപിൽ വരാൻ പോവുക. ആ കാലമല്ലോ. പണ്ട് നെയ്യാറ്റിങ്കര എത്ര കൊല്ലം ലൈറ്റിന്റെ കീഴിൽ ഞാൻ പ്രസംഗിച്ച് രാത്രി പോകുമ്പോൾ 2 ദോശ ആംപ്ലേറ്റ്. ഇന്ന് ഇറാനി, ബർലാസിൻ, കുർണാലിയ, അൽഫഖാൻ, കുഴിമന്തി, KFC, മക്ഡൊണാൾഡ് ഇതെല്ലാം ചിന്തിക്കൊണ്ടിരിക്കുന്ന മലയാളിയെ നിന്റെ ദിവസം ഒരു കെണി പോലെ വരാൻ പോവുക. സ്വത്രം ക്ലിയറായി. നീ തിന്നാൻ പോകുന്നത് ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ. അടുത്തത് വെള്ളം. വായിച്ചാട്ട് മോളെ, നാട്ടുകാർ കേക്കട്ടെ. വെള്ളവും വെള്ളവും അളവ് പ്രകാരം. ഈ ആകാശത്തിൽ നിന്ന് വൈറസും ഉൽക്കേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടിക്കാൻ വെള്ളം കിട്ടുമോ? കേട്ടോണം. ഒരു മനുഷ്യൻ ഒരു ദിവസം കുടിക്കുന്നത് 6 ഗ്ലാസ് വെള്ളമാണ്. കേട്ടോണം. ഇപ്പൊ ബാക്കി പറയും കേട്ടോ. ഇടയ്ക്ക് നമുക്ക് നെയ്യാറ്റിൻകര മഴയില്ലാതിരുന്നപ്പോൾ നിങ്ങൾ കണ്ട് 12 കലം വീട്ടിന്റെ മുമ്പ് നിരത്തി വെക്കും. ആ സമയത്ത് മുനിസിപ്പാലിറ്റിക്കാരൻ ചെറുപ്പക്കാരൻ വരും. 7 കലം വെള്ളം അടിച്ചിട്ട് അവൻ ഡ്രൈവർ, നമ്മൾ പ്രൈസലോട് കാണിക്കുന്നുള്ളൂ, ഒറ്റയാടി ഡ്രൈവർ ഫസ്റ്റ് ഇട്ടു. ചിന്നമാമ പുറകെ വിളിക്കും. അപ്പം പറയും അടുത്ത ആഴ്ച കർത്തർമേശ കഴിഞ്ഞ് കാണാന്ന്. അല്ലെങ്കിൽ ഒറ്റ പോക്ക്. സ്വത്രം. അങ്ങനെ എല്ലാവരും പൊക്കോണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ജലദുരന്തം, ഷിഗല്ല, ക്രോമിയം, ബെർലിയം വൈറസ് ആകാശത്ത് നിന്ന് ഉൽക്ക കൊച്ചി DLF ഫ്ലാറ്റ് EL 50 പേർക്കാ വിഷം. സ്വത്രം. വെള്ളം. ഞാൻ ഈ അടുത്ത സമയത്ത് രാജംഭാഷ ഉണ്ടായിരുന്നു തോന്നുന്നു, നാരായണത്തിൻകുഴി. ഞാനന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഷൊർണൂറിൽ കല്യാണ പാർട്ടിക്ക് വന്ന 150 എണ്ണം ആശുപത്രിയിലായി. എന്താ സംഭവം? വെള്ളത്തിനകത്ത് ബാക്ടീരിയ 150 എണ്ണം, ഭക്ഷണത്തിലല്ല. അങ്ങനെയെങ്കിൽ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീണാൽ വെള്ളം കയ്പായതിനാൽ ഇനി ശുദ്ധീകരിച്ച ജലം തലപ്രകാരം കിട്ടും. അതിനാസ്പദമായി കേരളത്തിലെ റേഷൻ കടകളിൽ കേരളത്തിന്റെ ഇന്നത്തെ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രിയായ GR അനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി കുപ്പിവെള്ളം താമസമിന റേഷൻ കടയിൽ കരമുയർത്തുന്നവർക്കായി 10 രൂപയ്ക്ക്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കിട്ടത്തില്ല. നിങ്ങളുടെ റേഷൻ കടയിൽ മനുഷ്യന് കുപ്പിവെള്ളം കിട്ടുന്ന കാലം ഇപ്പോൾ തുടങ്ങിയെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുത്ത വാതിൽക്കലാ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി തുടക്കായം നമ്മെ. ഇനി ഇവിടുത്തെ കടയിൽ വെള്ളം കിട്ടിയല്ല, മുഴുവൻ റേഷൻ കടയില. കാടിന്റെ തലയെണ്ണി വെള്ളം കൊടുക്കാനാ ഈ റേഷൻ കടയിൽ വെള്ളം കൊണ്ടുവരുന്നു, പാം ഓയിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം അന്ത്യദിനത്ത് ക്ഷാമം അറിഞ്ഞുകൊണ്ട് GR അനിൽ 10 രൂപയ്ക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെയെങ്കിൽ വായിച്ചാട്ട് മോളെ, ഹീനിൽ 6 ഒരു ഓഹരി. വായിച്ചാട്ടെ. വെള്ളം അളവ് പ്രകാരം. അതാ വായിച്ചോ. ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം. വായിച്ചാട്ട് മോളെ. നേരത്തോട് നേരം നീ അത് കുടിക്കണം. 6 ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തരുന്നത് ഒരംഗത്തിന് 6 ഗ്ലാസ് വെള്ളമാണ്. അതാണ്ട് എല്ലാവരും നോക്കിക്കോണം. ഇതിന്ന് കൊടുക്കുന്ന സോമാലിയയില റേഷൻ കട വഴിയാ വെള്ളം. കേട്ടോ, എല്ലാരും കണ്ടോ? സോമാലിയ അവിടെ കുടുംബത്തിൽ തലയെണ്ണി വെള്ളം. അമ്മമാര് ശ്രദ്ധിക്കണം, ചേട്ടന്മാര് ശ്രദ്ധിക്കണം. 3 മാസത്തിൽ ഒരിക്കലേ വസ്ത്രം കഴുകാൻ വെള്ളമുള്ളൂ. അവരുടെ കണക്ക്. 1 മാസത്തിൽ ആ മനുഷ്യൻ കുളിക്കുന്നത്. സോമാലിയ ജലദുരന്തം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. കഴിഞ്ഞ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര എത്ര അടിച്ച്? 38. കര ഉയരുന്നില്ലല്ലോ നെയ്യാറ്റിൻകര. എത്ര പേര് കുളിച്ചു?
രാവിലെ 7:30 ചിന്നമ്മാമ്മ കുളി, 11:30 അടുക്കളയിലെ കിച്ചൺ പരിപാടി കഴിഞ്ഞ് ഒരു കുളിയും കൂടെ. സന്തോഷമില്ലല്ലോ. പിന്നെ 2:30 ഇച്ചിരി മയങ്ങാൻ നേരം വിചാരിച്ച് പൈപ്പിന്റെ വീടി ഒന്ന് കയറാന്ന്. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കട്ടൻ കുടിച്ചിട്ട് 4 കുളി. എൻ്റെ അമ്മാമ്മേ 6 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടിയ എവിടാ കുളിക്കാൻ വെള്ളം കിട്ടുന്നത്? മാനസാന്തരപ്പെട്ടോ. തീരാൻ പോവുക കാലം. അർത്ഥം, മനുഷ്യന്റെ ശരീരത്തിൽ ചൂട് കൊണ്ട് പരിക്കൽ ബാധിച്ച് മനുഷ്യൻ മരിക്കുന്ന കാലം വരാറായി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇനി ഈ റേഷൻ കടയിലും നിങ്ങളുടെ വീട്ടിലും കവർ ചപ്പാത്തി ആട്ടിയ മാവും കിട്ടും. അതെങ്ങനെ ചൂടും? ഇടവേളയിലേക്ക് ഞാൻ പോവാ. വായിച്ച് സഹായിക്കാൻ മോളെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നീ അത് യവദോശ പോലെ തിന്നണം. ആട്ടിയ മാവും ചപ്പാത്തി യവദോശ പോലെ. അടുത്ത ആ വാക്ക് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത്. നീ മനുഷ്യന്റെ മല. വായിച്ചാട്ടെ. അവർ കാണുക നീ മനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടണം. കേട്ടോ, ഇവിടെ നല്ല മരങ്ങളാ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ 40 ദിവസം വരവ് ചെയ്താൽ അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മലത്തിൽ ഒരിലയും കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് മണ്ടേന്ന് ഇത് പൊടിയും ചെതല് പോലെ. വിറക് കിട്ടത്തില്ല. ജീവശ്വാസമുള്ളതെല്ലാം ചത്തതുപോലെ മരങ്ങളെല്ലാം കർത്താവിന്റെ വരവിൽ പോകും. വിറവ് കിട്ടൂ. രണ്ടാമത്തെ കാര്യം, സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം ചെയ്തത് എണ്ണക്കിണറിനകത്താ തീ അടിച്ചത്. ഇനി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട 3-ാം ലോക മഹായുദ്ധമുണ്ടായ തീ എവിടെ? എണ്ണക്കിണറിൽ. പെട്രോളില്ല, ഗ്യാസ് ഇല്ല, മണ്ണെണ്ണയില്ല. അന്ന് മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? മനുഷ്യന്റെ മലം വെയിലത്തിട്ട് ഉണക്കും. ചീനിച്ചട്ടി അതിന്റെ മേളി വെച്ചിട്ട് കത്തിച്ചിട്ട് ചപ്പാത്തിയും ദോശയും തൊടുന്നതിനൊരു കാലം വരാറായി. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോണോ? കരമുയർത്തുന്നവർക്കായി ഇന്ന് വൈകിട്ട് പ്രൈസ് സെൻട്രൽ ചർച്ചിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 1.5 2 ഏകനാമം, യേശുവിന്റെ നാമം. ആദ്യമായി ഇന്ന് വൈകിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, തായെ, തകർപ്പരെ, തമ്പി, തങ്കച്ചി, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കുരുടുക്കണ്ട, ഊരിളലുകൾ നടത്തണ്ട. ഈ ശനിയാഴ്ച വൈകിട്ട് നെഞ്ചത്ത് കൈവച്ച് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഈ രാത്രി യോഹന്നാനോട് സ്വർഗ്ഗം സഹിഷ്ണുതയോടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. നിനക്കുള്ളതിനെ പുറകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റാൻ യേശു വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4 കണ്ടന്റ് 2 പറയുമ്പോൾ നടത്തും. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. അതിനു മുമ്പ് നീതി സൂര്യൻ വരും. 2, ആകാശത്ത് നിന്ന് പാറ വീഴും. അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ എടുക്കപ്പെടും. 3, ഇവിടെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. മനുഷ്യനെ കൊല്ലുന്നൊരു കാലം. ആ വെള്ളത്തിന്റെ ഇൻഫെക്ഷൻ ഇവിടെ ആഞ്ഞടിക്കുന്നതിന് മുമ്പ് ജീവജല നദിയിൽ ഉറവയിൽ നിന്ന് പാനം ചെയ്തവനെ ചേർക്കുവാൻ യേശു വരും. അളവ് തൂക്കം ഒരുവന്റെ കയ്യിലേക്ക് വരും. തിന്നാനും കുടിക്കാനും കിട്ടത്തില്ല. ജലദുരന്തം ഇവിടെ ആയിരങ്ങളെ കൊല്ലാൻ പോകുന്നു. ഈ ജലദുരന്തം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കുഞ്ഞാടിന്റെ കാഹളം മധ്യാകാശത്തിൽ മുടങ്ങാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4 വാക്യം വായിക്കുമ്പോൾ അവസാനിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടിയാട്ട്. ആ സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. നല്ലൊരു കാണിക്ക ഈ സമയത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾ ഈ സമയം ഒരു പാട്ട് പാടിയാട്ട്. ഓടി വന്നിട്ട് മക്കൾ
സ്വോത്രം. ഇങ്ങനെ പാടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൈസ ആയിരക്കണക്കിന് പേരുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ചങ്കൂറ്റത്തോടെ യേശുവചനം ഉയർത്തണം. നെയ്യാറ്റിങ്കര മാത്രമല്ല, ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ വരട്ടെ. 4 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിപ്പിക്കുക. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. അങ്ങനെയെങ്കിൽ വരുന്നു മൈക്രോചിപ്പ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, രാജഭാഷയൊക്കെ ചർച്ചിലൊക്കെ 8 വർഷം മുമ്പ് ഞാൻ മേലാരിയോട് കടന്ന് പറഞ്ഞു, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വരുമെന്ന്. അന്ന് ആൾക്കാരെല്ലാം പറഞ്ഞ് എനിക്ക് തലയ്ക്ക് വട്ടാന്ന്. സ്വോത്രം. ഇപ്പൊ മറുനാട് മലയാളി നോക്കിയാൽ മതി ചിപ്പുണ്ടോന്ന്. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് 2 പുണ്ണാക്ക് ഡോക്ടർമാർ പറയുന്നവർക്ക് ഭ്രാന്താണ്. ഭ്രാന്തൊന്നുമല്ല പിള്ളേർക്ക്. പാമ്പാടിക്കാർ റീന, തിരുവനന്തപുരംകാരൻ ടൈറ്റസ് ബാബു. അതിന്റെ പ്രസംഗം പോയാൽ ഇന്നിവിടെ തീരത്തില്ല. കഴിഞ്ഞ ദിവസം 2 ദിവസം എവിടെയോ ഞാൻ അത് പ്രസംഗിച്ചു. ആൾക്കാരും എഴുന്നേറ്റ് പോയില്ല. ഇപ്പോഴാ ആൾക്കാർ പറയുന്ന മനുഷ്യന്റെ തലച്ചോറ് ഊറ്റിയെടുക്കുമെന്ന്. സ്വോത്രം. രംഗത്ത് വന്നു. സ്വോത്രം. അങ്ങനെയെങ്കിൽ വരുന്നു RFID ചിപ്പ് മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും. ഈ ചിപ്പ് വെക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഇന്ന് രാത്രി കേട്ടോണേ. കൈമേലും നെറ്റിമേലും. എലോൺ മസ്ക് പറയുന്നു, ഒരു പ്രോജക്റ്റിനകത്ത് ഒരു ഫിലമെന്റിൽ ഒരു ബാറ്ററി കൊടുത്താൽ, അമേരിക്കക്കാർ പറയുന്നു കയ്യിൽ ഒരു ബാൻഡേഡ് ചുറ്റാം, അതിനകത്ത് ഒരു ചിപ്പും ഒരു ബാറ്ററിയും കൊടുക്കാം. എലോൺ മസ്ക് പഞ്ചാബിലെ റൈസ് കെയിൻ പോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇനിയുള്ള കാര്യശ്രദ്ധയോടെ വെളിപ്പാട് 13, 16, 17, 18 വായിക്കണ്ട. അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്ക് വലം കൈമേലും നെറ്റിമേലും മുദ്ര കിട്ടുമാർ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കഴിയാതെ ഇരിക്കും. ഇതാ രാജേഷ് ഭാസ്കർ തിരുവനന്തപുരത്തുകാരൻ ടൈറ്റസ് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ. അവ ഏതാണ്ട് ആശുപത്രി കിടന്നതാ. ഒരു സിറിഞ്ചി നാരാണ്ട് അവന്റെ തലയുടെ പുറകെ അടിച്ചു വെച്ചു കൊടുത്തു. സ്വോത്രം. ഒരു സിറിഞ്ച് മതി ഒരു നേഴ്സും മതി ഈ ചിപ്പ് വെക്കാൻ. 1 മിനിറ്റ് മതി ഈ സാധനം. താണ്ട് ഇതിന്റെ പാഠം പണ്ടിയ രാജഭാഷ അടുത്തൊക്കെ പ്രസംഗിച്ചത്. RFID ഇതാ കിടക്കുന്നു. ആ ടൈറ്റസ് ബാബു കള്ളമല്ല പറയുന്നത്. അവൻ ഏതോ ആശുപത്രിയിൽ കിടന്നപ്പോഴാ ആരോ അവന്റെ തലയുടെ പുറകെ ചിപ്പ് വെച്ചത്. എന്നിട്ട് ആ ചിപ്പിനെ അവർക്ക് സംശയം കൊണ്ട് ടെക്നോപ്ലാർക്കില് UST ഗ്ലോബലിലെ എഞ്ചിനീയറുമായിട്ട് കോട്ടൂർ വനത്തിൽ ചെന്നിട്ട് വരെ എന്റെ സിഗ്നൽ കിട്ടുന്നു. സ്വോത്രം.
ആ ചിപ്പ് അവരെവിടാന്ന് ആ ചിപ്പ് കാണിക്കുന്നു. സ്വോത്രം. അവര് കമ്പ്യൂട്ടർ വെച്ചിട്ട് പാമ്പാടിക്കാരി പെൺകൊച്ചു ഉമ്മൻചാണ്ടിയുടെ വീട്ടിന്റെ പുറത്ത് കള്ളമല്ല പറയുന്നത്. 13 കൊല്ലം അവൾ ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ കൂട്ടുകാരങ്ങാണ്ട് കൂടെ ഇരുത്തി നമ്മുടെ പോലീസ് തിരുവനന്തപുരത്ത് കുറ്റവാളികളുടെ ബ്രെയിൻ മാപ്പിംഗ് കണ്ടിട്ടുണ്ടോ? തലേന്ന് രഹസ്യം ചോർത്തിയെടുക്കുന്നു വല്ലവരും കണ്ടിട്ടുണ്ടോ? അതാ അഭയ കേസിൽ അച്ഛന്മാരും ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയമായിരുന്ന രഹസ്യം ചോരും. അതുപോലെ കമ്പ്യൂട്ടർ ഊറ്റിയെടുത്തതാ. പാമ്പാടിക്കാരി വന്ന് മറുനാടൻകാരോട് പറഞ്ഞ എന്റെ പുറകെ ആരാണ്ട് വരുന്നെന്ന്. ആരാണ്ടല്ല വരുന്നത്, അവിടെ തലയോട് സംസാരിക്കുകയെന്ന്. അതാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്. മറ്റൊരവസരത്തിൽ ഞാൻ പ്രസംഗിക്കാം, അടിമയാക്കി കൊണ്ടുവന്നാൽ അടിമയായി പോകും. ശരിയല്ലയോ? ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ പണ്ട് ഫെഡറൽ ബാങ്കിലെ മാനേജർ നെയ്യാറ്റിൻകരയിൽ ബിന്ദു വിളിക്കായിരുന്നു. ആര്? നമ്മുടെ രായം പാഷ ലോൺ അടയ്ക്കുക. അന്ധകാലം മുടിഞ്ചാച്ച്. ഇപ്പൊ മൊബൈലിനകത്ത് രാത്രി 12 മണിക്ക് വരും രായം പാഷ ബൈക്കിന്റെ ലോൺ അടച്ചില്ലേ പിടിച്ചുകൊണ്ട് പോകുന്നു. സ്വോത്രം. ഈ പരിപാടിയാ ഈ കമ്പ്യൂട്ടർ ഈ പെണ്ണിന്റെ തലയിൽ അയക്കുന്നത്. അതുകൊണ്ട് ആ പെൺകൊച്ചു പറയുന്നത് എന്റെ കുറെ ആളുണ്ടെന്ന്. സ്വോത്രം. ഇത് മനസ്സിലാക്കാത്ത കുറെ അണ്ണാക്കന്മാര് ഡോക്ടർമാര് പറയുന്നത് ബൈബിളിലുണ്ട്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇതാ മൈക്രോ ചിപ്പ്. ടൈറ്റസ് ബാബു തിരുവനന്തപുരംകാരൻ കള്ളനല്ല, പാമ്പാടി റീന കള്ളനല്ല. എത്ര പേരാ ഇറങ്ങി വരുന്നതെന്നറിയോ? അവര് നല്ല ചാനലിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞ് രക്ഷയില്ലെന്ന്. അതിന്റെ ഒരു മറുമുഖമാ ഇങ്ങനെ നയിച്ചവനാ വട്ടിയൂർക്കാവിൽ ദേവി, ആര്യ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ നവീൻ പാമ്പാടിക്കാരൻ. എവരെയും കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയി ഈ ഗ്രൂപ്പ് മക്കളെ സാത്താന്റെ. അതാ ബൈബിൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ. 1 കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും, പ്രലോഭിച്ച് പുനർജന്മം. 2 മൈക്രോചിപ്പ് മോണിറ്റർ ചെയ്യും. RFID. അങ്ങനെയെങ്കിൽ ഇത് വച്ചാൽ ഈ മൈക്രോചിപ്പ് കൈമേലും നെറ്റിമേലും ഇത് പൊട്ടുമോ? മനുഷ്യന് ദുർവ്രണം വരുമോ? മാനസാന്തരപ്പെട്ടോ അമ്മമ്മേ? മനുഷ്യൻ മരണത്തിന് വേണ്ടി നെയ്യാറ്റിൻകര ഓടാൻ പോവുക. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. വായിക്കാം മോളെ, വെളിപ്പാട് പുസ്തകം 16 2-ാമത്തെ വാക്യം കൂടെ 11 വായിക്കാം. എല്ലാവരും ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും. ഈ മൈക്രോ ചിപ്പ് വെച്ചവരെന്ന മലയാളം. മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ റോബോട്ടിനെ നമസ്കരിക്കുന്നവർക്കും മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ആ വ്രണം സാധാരണ വ്രണോന്നല്ല ബൈബിള്. സമാധാനത്തിൽ കേൾക്കണം. ദുർവ്രണം. അതിന്റെ അർത്ഥം കഠിനമായ മുറിവിനകത്തുനിന്ന് ഗന്ധമിറങ്ങി വരും. അതിന് ഈ നെയ്യാറ്റിൻകര നിങ്ങളുടെ ആശുപത്രി നേഴ്സിനോട് ചോദിച്ചാൽ മതി. അവര് പഠിച്ചു തുടങ്ങി. സെപ്റ്റോ വാജനിക് വൂണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വൂണ്ട്. അതിന് വിളിക്കുന്ന രക്തപ്പുണ്ണ്. വിജയം പാസ്റ്റർ ഇവിടെ ഇരിക്കുകയാന്നേ, കേൾക്കണം. ഇതുവഴി ശരീരത്തെ മുറിവേറ്റ ഒരു നായ പോവും. പാസ്റ്റർ വീടിന്റെ അവിടെ നിന്ന് 4 വീടിന്റെ അപ്പുറത്തൂടെ പോകുമ്പോഴേ ഈ മണം ആർക്കടിക്കും? പാസ്റ്റർ അടിക്കും. പാസ്റ്ററുടെ ഗേറ്റും അടയ്ക്കും, കസേര എടുത്ത് അകത്തിടും. കുഞ്ഞുങ്ങളോട് പറയും അടച്ചേരാ വൃത്തികെട്ട നായയുടെ മണം വരുന്നെന്ന്. അതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മാനസാന്തരപ്പെടണം. ഇതാ സൂചിയുടെ പ്രസംഗം. 56 വയസ്സ് ഒരച്ചായൻ നെയ്യാറ്റിൻകര, 52 അമ്മാമ, 2 കുഞ്ഞുങ്ങൾ 22 24. ഇവരെ 4 പേരുടെ കയ്യിലും ചിപ്പ് വെക്കും. കേട്ടോണേ, ഈ ചിപ്പ് വെക്കുമ്പോൾ ഒരു ബാറ്ററി ചിപ്പിനകത്തുണ്ട്. ഇവിടെ നമ്മുടെ പാസ്റ്ററിന് ഇവിടെ ചില ഫാനുണ്ട്, അല്ലെന്നുണ്ട് ആംപ്ലിഫയർ ഉണ്ട്. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. റിമോട്ട് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലുമുണ്ട്. ഈ റിമോട്ടിനകത്ത് 2 ബാറ്ററി ഇട്ടേ ഏതും വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലാതെ എടുക്കത്തില്ല. ആ ബാറ്ററി കൃത്യമായി മാറ്റിയിട്ടില്ലെങ്കിൽ അത് പൊട്ടും. കമ്പി ചുരുളിനകത്ത് എന്താ വരുന്നത്? അത് ദ്രവിച്ച് റിമോട്ട് പിന്നെ കൊള്ളാതെ വരും. കരമുയർത്തുന്നവർക്കായി അത് ബാറ്ററിയിലെ ആസിഡ്. ഞാൻ ഉപയോഗിക്കുന്ന വാച്ച്, ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. 100 രൂപ ചെലവേ ഉള്ളൂ. 6 മാസം ഞാൻ ഓടിയിട്ടത് മാറ്റിയില്ലെങ്കിൽ അത് തന്നെ പൊട്ടിയാൽ പിന്നെ വാച്ചിന്റെ ബോർഡ് മാറ്റിയാൽ മതി. സ്വോത്രം. രക്ഷയില്ല. അതുപോലെ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ 56 വയസ്സുള്ള അച്ചാനിച്ചൊരു പ്രഷർ ഷുഗറും ഉണ്ടായിരുന്നു. സ്വോത്രം. ശരീരത്തിനകത്ത് ചിപ്പ് പൊട്ടി അതിനകത്ത് ആൽക്കലൈൻ ആസിഡ് ഇറങ്ങും. ശരീരത്തിൽ വരുന്നതാ കുഞ്ഞു വായിച്ചത് രക്തപ്പുണ്ണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഷുഗർ രോഗിക്ക് ഈ ചില മുറിവ് വന്ന കരിയത്തിലെ കുമിള പോലെ, പാസ്റ്റർമാരെ ദൈവാസന്മാരെ കേട്ടാട്ടെ, ഈ പുണ്ണങ്ങ് പൊട്ടും. എത്ര ഇഞ്ചക്ഷൻ കൊടുത്താലും വേക്കത്തില്ല. ശരീരം പഴുത്തൊലിക്കുന്ന കാലം. അതിന്റെ പേരാ ദുർവ്രണം. സ്വോത്രം. അന്നത്തെ സംഭവം നിങ്ങൾ ഇന്ന് രാത്രി തീരുമാനിച്ചോണം. കർത്താവിന്റെ വരവിൽ പോണം. ഇത് ദൈവമായിട്ട് വെച്ച യോഗം. അന്ന് മനുഷ്യന്റെ അവസ്ഥ വായിക്കാൻ മോളെ. വെളിപ്പാട് 16:11. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും. ക്യാൻസറിനേക്കാളും വലിയ വേദനയായത്. സ്വോത്രം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അത് കഴിഞ്ഞ് 2-ാമത്തെ കാര്യം വായിച്ചാട്ടെ.
വ്രണങ്ങൾ. വായിച്ചോളെ. കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാ. ഈ കുമിള പൊട്ടോ, പഴുത്തൊലിക്കുന്ന വ്രണം. സ്വർഗത്തിനെ ദുഷിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ടുപോകും. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് പറയണം, ഇത് ദുഷ്കാലമാകയാൽ. നല്ല കാലം എല്ലാം പോയില്ലേ ചായ? പേപ്പർ വായിച്ചാ പോരെ? തിരുവനന്തപുരം ഞെട്ടിയത് കണ്ടില്ലേ? എത്ര സ്റ്റേജ് എൻ്റെ കൂടെ പ്രസംഗം കേട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടൻ അനിയനെ കൊല്ലും, സഹോദരൻ സഹോദരനെ കൊല്ലും, അപ്പൻ മക്കളെ കൊല്ലുമെന്ന് ഓരോ പട്ടണത്തിലും വിജയം പാസ്റ്ററിന്റെ കൂടെ എത്ര പ്രസംഗം കേട്ടു. ഇതായിരിക്കുന്ന ദൈവദാസന്മാരെ കേട്ടു. കളിക്കാവിളയിലെ മലയത്തെന്ന് പോയ ചെറുപ്പക്കാരനെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ച് അമ്പിളിയ തലയറുത്ത് മാറ്റിയത്. കര ഉയരുന്നില്ലല്ലോ. ചായ ശരിയായോ? മമ്മ ശരിയായോ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അവന്റെ ഭാര്യ പറഞ്ഞ കാര്യമുണ്ട്. മരിച്ച ചെറുപ്പക്കാരന്റെ ദീപുവിന്റെ ഭാര്യ പറഞ്ഞു, അവൻ ചോദിച്ചിരുന്ന 25 ലക്ഷം ഞങ്ങൾ കൊടുക്കാറുണ്ടെന്ന്. എവിടുന്നെങ്കിലും 10 ലക്ഷത്തിന് വേണ്ടിയല്ല, 25 ഞങ്ങൾ കൊടുക്കാറുണ്ട്. എന്നിട്ട് ഒരേ പാത്രത്തിൽ അന്നം കഴിച്ചവന് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കീറി തീർത്ത് കളഞ്ഞു. റെഡി ആയില്ല സാറന്മാരെ, ദൈവാസന്മാരെ, എന്റെ കൂടപ്പറപ്പുകളെ, ഇത് ദുഷ്കാലമാകയാൽ ഇനി ഈ ഭൂമിയെ ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല അമ്മാമ. ഇത് തീരാറായി, ഇത് തീരാറായി. സോദോമിനേക്കാളും വലിയ പാപം ഇവിടെ നടക്കുക. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുക. അങ്ങനെയെങ്കിൽ അന്ന് മനുഷ്യൻ മരണം കാണും. ഈ RFID ചിപ്പ് നമ്മുടെ കരങ്ങളിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി യേശു മധ്യാകാശത്തിൽ വരും. എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടത്. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. RFID വേണോ, പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണോ? പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണമെങ്കിൽ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, അനുദപിക്കണം, മുങ്ങി സ്നാനമേൽക്കണം. കൂട്ടായ്മ ആചരിക്കുന്നവന് വേണ്ടി ഉയരത്തിൽ നിന്നൊരു ശക്തി ലഭിക്കും. ആ ശക്തിയുടെ പേരാ കല്ലറയെ പൊട്ടിച്ച് മരിച്ചവനെ ഉയർപ്പിച്ച ഹോളി സ്പിരിറ്റിന്റെ ശക്തി. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എതിർക്കസു മൈക്രോചിപ്പ് RFID വരാൻ പോകുന്നു. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ വരാറായി. ഇനി അടുത്തത് അഗ്നിപർവ്വതം പൊട്ടും. വെളിപ്പാട് 9:2-3 2-3 വാക്യം കൂടെ പറഞ്ഞ് നിർത്താം, സമയം ക്ലിയർ ആവും. വെളിപ്പാട് 9:2-3. അഗാധകൂപം തുറന്നു. അഗാധകൂപമാ അഗ്നിപർവ്വതം പൊട്ടും. വൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ട്. എല്ലാവരും കേൾക്കണം. എന്താ വൾക്കാനോ എക്സ്പ്ലോഷൻ? അഗ്നിപർവ്വതം കൊറിയയിലും ഉണ്ട്, ഫിലിപ്പൈൻസിലുണ്ട്, ജപ്പാനിൽ 40 എണ്ണം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപർവ്വതം പൊട്ടിയ ലാവ. സുനാമി എന്ന് പറയുന്ന സാധനം എല്ലാവരും കേട്ടിട്ടുണ്ടോ? സുനാമി. കര ഉയരുന്നില്ലല്ലോ. ഇന്തോനേഷ്യ കടലിന്റെ അടി അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. അന്നാ 3 ലക്ഷം പേര് തീർന്നത്. സുനാമി പൊട്ടാൻ കാര്യം നിങ്ങളെല്ലാം കേൾക്കണം. അതിന് സംഭവമുണ്ട്. ദൈവദാസന്മാരെ കേട്ടോ. ഇന്തോനേഷ്യ ഒരു പ്രത്യേക മതമാ. അവിടെ 2 മിഷണറിമാര് കഴുത്തറത്തിട്ട് പട്ടണത്തിൽ കൂടെ ആ തല ബൈക്കിന്റെ പുറകെ വെച്ച് രക്തം വാർത്ത് കാണിച്ച്, എന്നിട്ട് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, വിജയഭാഷം കേട്ടോ, ഈ മാർഗത്തിൽ പോയാൽ ഈ പിള്ളേരുടെ തലയറുത്തതുപോലെ നിങ്ങളുടെ തലയറക്കുമെന്ന് ഇന്തോനേഷ്യ. അത് ഭയങ്കര സംഭവമായിപ്പോ ഇന്തോനേഷ്യ ഞെട്ടിച്ചത്. നിങ്ങൾ ബാക്കി കേട്ടോണം. വേറെ സംഭവം ഉണ്ടായി. ക്രിസ്മസ് വന്നു ഡിസംബർ 24, 25, 26. അവിടുത്തെ ക്രിസ്ത്യൻസ് എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പാട്ടും പ്രാർത്ഥനയ്ക്ക് അവസരം തരണം പട്ടണത്തിൽ. അവര് പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന്. അവിടുത്തെ ഗവൺമെന്റ് ഒരു കൽപ്പന കൊടുത്തു, 8 കിലോമീറ്റർ ദൂരെ ടൗൺ വിട്ടൊരു മലയുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് പാടിയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അന്ന് ഇന്തോനേഷ്യയിലെ ദൈവമക്കൾ എല്ലാവരും ഇത് കേൾക്കണം. ഇപ്പൊ ഞാൻ പുറത്തു പറയോ, കാലം കഴിഞ്ഞോണ്ട്. ഇന്തോനേഷ്യയിലെ ദൈവമക്കളെ എല്ലാവരുടെ മലയിൽ പോയി 3 ദിവസം ഉപവാസം. അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ ക്രിസ്മസ് ദിനത്തിൽ ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ അഗ്നിപർവ്വതം പൊട്ടി. സകല എണ്ണത്തിനെ തീർത്ത് 3 ലക്ഷം പേര്. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണോ? വചനത്തോട് മറുതലിക്കുന്നവര്, യഹോവയെ മറക്കുന്നവര് ഇതോർത്തുകൊള്ളേ, അവൻ നിങ്ങളെ കീറിക്കളയും. പിടിപ്പാൻ ആരും ഉണ്ടാകില്ല. തിരുവനന്തപുരത്ത് വെള്ളറടയിൽ പോയ ഒരു നല്ല ഉപദേശം ഉണ്ടായിരുന്നു. M. പൗലോസ് പാസ്റ്റർ രാമേശ്വരം. വല്ലവരും കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? സത്യാസ് പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നത്.
എനിക്ക് വളരെ സ്നേഹമുള്ള ദൈവദാസനായിരുന്നു എം പൗലോസ് പാസ്റ്റർ. എവിടെ വെച്ച് കണ്ടാലും ഊരമ്പലും അവിടെ ഇവിടെ എല്ലാം കണ്ട് പ്രസംഗിക്കുന്നത് ചോദിക്കുക, എന്നോട് ചോദിക്കുമായിരുന്നു, പാസ്റ്ററെ പൈസ വല്ലതും വേണമെന്ന്. ഞാൻ സ്നേഹത്തോടെ പറയാം. ഞാൻ പറയും, എൻ്റെ പൗലോസ് സാർ ഇവിടെ പ്രസംഗം വണ്ടിക്കൂലിട്ട് പാവപ്പെട്ട ദൈവമക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ പറയും. എം പൗലോസ് പാസ്റ്റർ ഞാൻ പുകഴ്ത്തി പറയുന്നല്ല, ആർക്ക് വേണമെങ്കിലും. അദ്ദേഹം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. സുനാമി അടിക്കുന്നതിൻ്റെ ശനിയാഴ്ച ഉച്ചയ്ക്ക് അദ്ദേഹം ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞ്, ഇന്ന് ഉറങ്ങരുത്, എല്ലാവരെയും വിളിച്ച് കൂട്ടായ്മ നടക്കണമെന്ന്. അദ്ദേഹത്തിന്റെ ചർച്ച് രാമേശ്വരം കടലിനോട് ചേർന്ന സംഭവം എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തോട് സ്വർഗം പറഞ്ഞു, എല്ലാവരെയും വിളിച്ച് ഇവിടെ പ്രാർത്ഥന തുടങ്ങണമെന്ന്. രാമേശ്വരം പൗലോസ് പാസ്റ്റർ സഭക്കാരെ മുഴുവൻ വിളിച്ചു. ബൈബിൾ കോളേജിലെ പിള്ളേരെ വിളിച്ചു. കഞ്ഞിയും വെള്ളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ആരും വീട്ടിൽ പോകരുത്. ഇന്ന് രാത്രി മുടിരാത്രി പ്രാർത്ഥന, ഭയങ്കരമായ പ്രാർത്ഥന. രാവിലെ അവിടെ തന്നെ ഡ്രസ്സ് മാറി 9:30 മണിക്ക് ആരാധന തുടങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച രാമേശ്വരം കടലിൽ 6 അടി പൊക്കത്തെ തിരമാലയാണ്. പക്ഷേ ദൈവസഭ ആരാധിച്ചപ്പോൾ അതിനകത്തൊരു തുള്ളി വെള്ളം വരാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. കരമുയർത്തുന്നവർക്കാൽ ആരാ? ഒരനർത്ഥം നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടിക്കയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം, സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ നീ മതിച്ചു കളയൂ എന്ന് വൈകിട്ട് കരമുയർത്തി പറ. എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് നെയ്യാറ്റിങ്കര 10,000 പേര് വീഴും. അതൊന്നും എന്നോട് അടുത്തു വരികയില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. അവൻ അറിയാതെ എല്ലാ തലയില് ഒരു മുടി താഴെ പോലെ താഴെ വീഴുകയില്ല. പൗലോസ് പാസ്റ്റർ പിള്ളേരുടെ ചോദിക്കണത് സംഭവം ഒറിജിനലാണ്. ഒരു കുഞ്ഞിനെ തോടാൻ തിരമാലയ്ക്ക് അനുവദിച്ചില്ല. CSI കേൾക്കണം. ഞാൻ മുണ്ടക്കായ കൂട്ടിക്ക CSI പ്രസംഗിച്ചത്. ഒരു മിനിറ്റ് കേട്ടോ. അവിടെ കൂട്ടിക്ക മലയിളകി വരുക. തൊഴിലാളികളാ, പാറത്തൊഴിലാളികൾ പടിഞ്ഞൊരു പള്ളിയാ, 400 പേര്. ആ ഒരു പട്ടക്കാരൻ അച്ഛൻ പുറത്തിറങ്ങി ദൈവത്തോട് കരഞ്ഞു. കരമുയർത്തിയിട്ട് പറഞ്ഞ, കർത്താവേ, ഈ പള്ളി പോയാൽ ഇനി ഞങ്ങൾക്കൊരു മാടൻ പോലും വെക്കാൻ കാശില്ലെന്ന്. ആ അച്ഛന്റെ നിലവിളി സ്വർഗം കേട്ടു. ആ പള്ളിയടുപ്പുറത്തുള്ള സകല കെട്ടിടവും റേഷൻ കടയും പോയിട്ട് ആ കാമ്പൗണ്ടിനകത്ത് ഒരു തുള്ളി വെള്ളവും മുണ്ടക്കായും കൂട്ടിക്ക CSI കയറിയില്ല. ഞാൻ പോയി കണ്ട് ഞെട്ടിപ്പോയി. അതുകൊണ്ട് ആ അച്ഛൻ എന്തോ ഇതെന്നറിയാമോ? അഭയാർത്ഥികൾ അന്ന് വീട് പോയവർക്കെല്ലാം പള്ളി തുറന്നിട്ട് ഞായറാഴ്ചത്തെ സൺഡേ സർവീസ് വരെ നിർത്തിയിട്ട് കഞ്ഞി അനത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ നിന്ന്, ഞാൻ ദൈവത്തോട് ഒന്നേ നിലവിളിച്ചോളൂ, എന്റെ കുടുംബമല്ല, ഇനി 7 മക്കൾക്ക് ഇവിടെ ഒന്ന് മുട്ടുമടക്ക ഒരു ആലയം പണിയാൻ കാശില്ല, കർത്താവ് നീ കാത്തോണമേ. ഇന്ന് മുണ്ടക്കയം കൂട്ടിക്കൽ മല ഇടിഞ്ഞ എന്റെ തൊട്ട് താഴെ അച്ചായമാരെ നിൽക്കുന്ന കൂട്ടിക്കൽ CSI. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? മാനസാന്തരപ്പെട്ടു. നിന്റെ വിഷയത്തിനകത്ത് അഗ്നിപർവ്വതം പൊട്ടും, അതിനകത്തുനിന്ന് ലാവയെന്ന് വെട്ടുക്കളി ഇറങ്ങി വരും. അടുത്തത് മരണം കാണാൻ പോവാ. അടുത്ത വാക്ക് വായിച്ചാട്ടെ നാളെ. അടുത്ത വാക്ക്, ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. അഗ്നിപർവ്വതം പൊട്ടിയാൽ ആകാശത്തിൽ പോകാം. ദൈവദാസന്മാർ ശ്രദ്ധിച്ചാട്ട്. അതാ യേശു പറഞ്ഞു, അന്ധകാരം, പ്രവചനം മലാക്കി, അന്ധകാരം ഭൂമിയെയും കൂരിട്ട്. ഇനി അഗ്നിപർവ്വതം പൊട്ടിയ കോവിഡ് അല്ല. റഷ്യയിൽ ഇന്നാൾ ഐസ്ലാൻഡിൽ ഒന്ന് പൊട്ടി 40 ദിവസം വിമാനമില്ലാതായിരുന്നു. ആകാശം പോകാം. അത് കഴിഞ്ഞ് ഇനിയാ എന്റെ പ്രസംഗം. പുകയിൽ നിന്ന് വായിച്ചാട്ട് മോളെ. സൂര്യനും ആകാശവും ഇരുണ്ടുപോയി, അന്ധകാരം ഭൂമി കൂരിട്ട് ജാതി. അടുത്ത പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതാ ഒരു പുള്ളിക്കാരൻ വരുന്നു, വെട്ടുക്കിളി. സ്വത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ചൂടിനകത്ത് വെട്ടുക്കിളി കിടക്കുന്നു. വെളിരാജ്യത്ത് പോയ പലരും ഇട്ടിരിപ്പുണ്ട്. ഗൾഫ് രാജ്യത്ത് 50 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് പാമ്പ് അതീ കിടപ്പുണ്ട്, മണലിനകത്ത് പാമ്പ് ഗൾഫ് രാജ്യത്ത്. അപ്പൊ ഈ ലാവയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ട്. അമ്മമാരെല്ലാം കേട്ടോണം. ഈ വെട്ടുക്കിളിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിന് സ്ത്രീയുടെ മുഖവും തേളിന്റെ കണക്ക് വാലുമാ. അങ്ങനെയെങ്കിൽ വെട്ടുക്കിളി പറന്നു വരും. പറക്കോ 5.5 കണ്ടി കണ്ണൂർ. എല്ലാരും കേട്ടോണം. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 40 പാമ്പുകൾ അന്തരീക്ഷത്തിൽ പറന്നു. ലോകം ഞെട്ടിപ്പോയി. ബാബ സുരേഷ് അല്ല, ഒരു പാമ്പിനെ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരെ അടിച്ചിട്ടു. നോക്കിയപ്പം കുഞ്ഞം പാമ്പിന്റെ ശൽക്കം. താണ്ട് ഈ പടം ഉണ്ടല്ലോ, പാമ്പിന്റെ പടം താഴെ വെച്ച് മുറിഞ്ഞു പോയി ചിറകിന്റെ രൂപമായി. അവനും വെറുതെ എന്നില്ല, കോഴിക്കൊച്ചു പറങ്ങുന്ന പോലെ പറന്നു. സ്വത്രം. ചൂട് കൂടിയ ഇതൊക്കെ സംഭവിക്കത്തില്ലയോ? 40-38 അടിക്കുമ്പോൾ തൊടുക്കല് CSI പള്ളിയുടെ മുറ്റത്ത് ഒരു പുള്ളിക്കാരൻ പ്രൈസലോടും പറഞ്ഞ് നിൽക്കുമെന്ന്. അവന് ഭാരത്തി ഇരിക്കാൻ വയ്യെന്ന്. സന്തോഷമില്ലല്ലോ. സ്വത്രം. അതുകൊണ്ട് ആ പാസ്റ്റർ രാത്രി ബൈക്കിൽ പോകുമ്പോൾ ഹല്ലേലൂയായിട്ട് ഒരുത്തം നിൽക്കുന്ന. സ്വത്രം. ഭാരത്തി ഇരിക്കാൻ വയ്യ. ചൂട് കൂടിയ സകലത പുറത്തിറങ്ങും. അതുപോലെ കിളി ഇറങ്ങും. ഇനി കിളി ഇറങ്ങിയാൽ അന്നാ യഥാർത്ഥ മരണം. കിളി ഇറങ്ങിയാൽ ഒരു കാര്യം, നമ്മുടെ കിളിയോട്
ചേട്ടന്മാർ രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കും. ഇന്നത്തെ നല്ല കൊലപാതകങ്ങൾ മോഡി സാറിന്റെ ഭരണമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിളി ഇങ്ങനെ പറന്നു വരും. ആൾക്കാർ വിചാരിക്കും അരുമയാണ് കിളിയേ വന്നിരിക്കത്. അരുമയാണ് കിളിയല്ല, ചായ കുടിക്കുന്ന ചേട്ടന്മാർക്കെല്ലാം ഓരോ കുത്തങ്ങ് കൊടുക്കുമെന്ന്. മോൾ 9:05 ഞാൻ പറയുമ്പോൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് കിളിയോട്ട് ഞങ്ങളുടെ ചിന്നമ്മാമയും സമൂഹലച്ചാനും രാവിലെ എഴുന്നേറ്റു. അച്ഛൻ ചാരി കസേരയും മനോരമ വായിക്കുന്നു. നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ആര് ചത്തു. അമ്മാമ്മ ചായ തിളപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞ മോനും മോള് AC ഇട്ട് മുറി കിടക്കുന്നു. കേറ്റ് നല്ലോണം തുറന്നതാണ്. കിളി ഇങ്ങനെ ചാടി ചാടി വരുന്ന കണ്ടിട്ട് ചിന്നമ്മാമ ശമുവേലച്ചാനെടുത്ത് പെയ്താൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. അമ്മാമ്മ പറയുന്ന പച്ചവെട്ടിൽ വരുന്ന നമ്മുടെ കടഭാരമെല്ലാം മാറിയെന്ന് സ്വോത്രം. എന്റെ പൊന്നമ്മാമ ഇത് പച്ചവെട്ടിലല്ല. യവൻ വരുന്നത് ആളാരാന്നറിയോ? ചായ കുടിച്ചോണ്ടിരുന്ന അച്ചായൻ ഒരു ഒറ്റ കുത്ത്, ഗ്ലാസും വീണു. അച്ചായൻ ഒരു നിലവിളി. അടുക്കളയിലോട്ടോടി അമ്മാമ്മയെ വാല് വെച്ചൊരു കുത്ത്. കല്യാണം കഴിഞ്ഞ് ജോസ്മി കട്ടിലെ കിടക്കുക. കഥകിന്റെ ഇടയ്ക്കൂടെ അവന്റെ തേളിന്റെ വാല് കുത്തുന്ന പോലെ ഒരു കുത്ത്. അക്കാലത്ത് ആ മനുഷ്യന്റെ വേദന. വൈരുമോളെ 9:05 കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ. 5 മാസം അതിവേദന. ദൈവമക്കൾ ശ്രദ്ധിച്ചോ, കോവിഡ് വന്നിട്ട് 14 ദിവസം കൊണ്ട് നമ്മൾ ഔട്ടാക്കി. ഇഞ്ചിച്ചാറ്, മഞ്ഞവെള്ളം, കൂകുൾ എല്ലാം കൂടെ ഉപ്പൊളിച്ചു. പിന്നെ മൂക്കി കുറെ അടിച്ച് സിങ്കോവിച്ചു അടിച്ച് 14 ദിവസം കൊണ്ട് നമ്മൾ ഔട്ടാക്കി. അച്ചായ യവനൊന്ന് കൊത്തിയാൽ 5 മാസം മനുഷ്യൻ ദണ്ണിപ്പിക്കുന്ന വേദനയാണ്. അവൻ ഓടുന്ന ഒറ്റോട്ടമില്ലാതെ. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. തേൾക്ക് മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന തന്നെ. അടുത്ത വാക്ക് ഇതാ എന്റെ പ്രസംഗം. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. കരം ഒന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് ടിക്കറ്റ് നേടിക്കോണം. നാളെ യോഗമില്ല. ഇന്ന് ടിക്കറ്റ് നേടിക്കോണം. മരണം. അടുത്ത വായിച്ചാട്ട് മോളെ. കാണുകയില്ല മരിപ്പാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. കരം ഉയർത്താം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു. ദൈവദാസന്മാരെ നിർത്താൻ പോവാ. ഇന്ന് രാത്രി നിർത്താൻ പോവാ. അന്നേ ഈ തേളിന്റെ കണക്ക് ഇത് കുത്തും. നെയ്യാറ്റിൻകര പോയിട്ട് ഒരു കാര്യം ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ ചാടാന്ന് വിചാരിക്കും. ചാടിയാൽ ശരീരം മുറിയും. പക്ഷെ ക്രോമസോം ഉണ്ട് കഴുത്തിന്റെ ചുറ്റും. ഇവൻ ചാടി പിടിക്കും, ഇരുമ്പ് കാന്തത്തെ പിടിക്കുന്ന പോലെ. ശരീരം തന്നെ ഒട്ടിച്ചേരും. എന്നാ വിചാരിക്കും രായ്മൂട്ടി പോയി വെള്ളത്തിൽ ചാടാന്ന്. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? വെള്ളത്തിൽ ചാടിയാൽ ട്യൂബ് വെള്ളത്തിൽ കിടക്കുന്ന പോലെ രണ്ട് കഴുത്തിന്റെ അവിടുത്തെ ക്രോമസോം സ്റ്റഡി താഴത്തില്ല. ഈ വെള്ളത്തിൽ താഴുമ്പോഴാ ഈ ക്രോമസോം ഡിവൈഡ് ആകുമ്പോഴാ അല്ലേലൂയൊക്കെ വിളിക്കുന്ന സന്തോഷമില്ല കൈയടന്ന് അടിക്കുന്ന സ്വോത്രം. അത് കഴിഞ്ഞ് 3 നെയ്യാറ്റിൻകര നമ്മുടെ തൊഴിക്കൽ മരത്തെ കയറും തൂങ്ങാൻ. കൈയും കാലും എല്ലാം കെട്ടി യൂത കടന്നോലെ അവിടെ കിടക്കും. ക്രോമസോം ഡിവൈഡ് ആവത്തില്ല. അവൻ കിടക്കുമ്പോൾ നെയ്യാറ്റിൻകര ഫയർഫോഴ്സുകാർ വന്ന് കെട്ടിയവനെ താഴെ ഇറക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. The human body surrounded by chromosome. That chromosome not divided in your human body. Spelling your chromosome, splitted the chromosome, come to one way. അത് ശരീരം വിഭജിച്ചാലും ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അക്കാലത്ത് മനുഷ്യൻ മരണം കാണാൻ കൊതിക്കും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് സന്ദേശം അവസാനിക്കാതെ ഇന്ന് രാത്രി അന്ന് ഒരുവൻ മാത്രം നെയ്യാറ്റിൻകരക്കാരെയും ആരാ? ഒരു കച്ചവടമില്ല. ശവപ്പെട്ടിക്കാരൻ സന്തോഷമില്ലല്ലോ. 5 മാസം ഒരു പെട്ടിക്ക് ഓഫറില്ല. 60% ഓഫർ അവൻ കൊടുക്കും. ശവപ്പെട്ടി ചെലവ് കാശ് മതി. മരണം കാണും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ മനുഷ്യൻ മരണം അന്വേഷിച്ച് ഓടുന്നതിന് 3.5 വർഷം മുമ്പ് തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാനായി 2 കാര്യം പറഞ്ഞ് നിർത്താം. ഒരു കഥയും ഒരു ഉദാഹരണം. പഴയ നിയമത്തിൽ ഒരാൺകുട്ടി പാപം ചെയ്താൽ പാളയത്തിനകത്തുണ്ടത് കല്ലെറിഞ്ഞു കൊല്ലണം. ഒരു പെൺകുട്ടി പാപം ചെയ്താൽ കത്തിച്ച് കളയണം. ദൈവദാസന്മാരെ, ഒരപ്പന് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എവിടാ? കിളിയോട്. ഒരുവൻ നല്ല ഗുണമുള്ളവനായിരുന്നു. മറ്റവനെ ബൈബിൾ വിളിച്ച ധൂർത്തപുത്രൻ എന്നാണ്.
ഞങ്ങൾ വിളിച്ചത് കുടിയൻ മുടിയൻ കൊള്ളരുതാത്ത എല്ലാ പേരും ഉപദേശിമാര് വിളിച്ചു. ബൈബിള് ദൂർത്ത് പത്ര അവ അപ്പന്റെ വീതം മേടിച്ചോണ്ട് എവിടെ പോയി? മാർത്താണ്ഡത്ത് പാലത്തിന്റെ കീഴിൽ കടയും തുടങ്ങി, ബാറും തുടങ്ങി, അരുമയാന കച്ചവടവും ടെക്സ്റ്റൈലുമായി കൂട്ടുകാരുമായി. അന്നേരം കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയോല, ബാങ്കും പൊട്ടി, കോവിഡും വന്നു, ബാറും അടച്ചു. അവന് രക്ഷയില്ല. എല്ലാവരും കൂടെ കൂട്ടുകാര് നട്ടാലോ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പന്നികളെ നോക്കുന്ന ഫാമിനകത്ത് ഈ പുള്ളിക്കാരനെ ഇട്ടു. സന്തോഷമില്ലല്ലോ, ബാക്കി കേൾക്കണം. ഈ ഫാമിന്റെ ഓണർ ആദ്യമൊക്കെ ഇച്ചിരി ചപ്പാത്തി 2 പൂരിയൊക്കെ കൊടുക്കുമായിരുന്നു. ഓണർക്ക് പിടികിട്ടിയവനൊന്നും കൊടുത്തില്ലേലും ഇനി കുഴപ്പമില്ല, പന്നിയുടെ കൂടെ കിടക്കുമെന്ന്. പിന്നെ ഓണർ വരത്തുമില്ല, SMS മാത്രം അയക്കും. ഇടയ്ക്കിടയ്ക്ക് പന്നിയെ വന്ന് കയറ്റിക്കൊണ്ടു. പോയപ്പം എല്ലാവരും കഥ കേൾക്കണം. ഒരു ഉടുപ്പും ഒരു മുണ്ടും ഉണ്ടായിരുന്നു. ഇവ 2-3 വർഷം അവിടെ കിടന്ന്. അങ്ങനെ എന്നപ്പോ TPN-കാരെ ഒരു അരുമயான செய்தி அந்த பக்கத்தில் വന്ന് രാജ്യത്തോട് ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികൾ, യുദ്ധം, ക്ഷാമവും പോകുമ്പോൾ, സുഹൃത്തെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? തായെ തകർപ്പരെ തമ്പി തങ്കച്ചി അരുമயான വേദം சொல்கிறது, പ്രവചനങ്ങൾ കേൾക്കത്, നീ ഒരുങ്ങിയോ? അത് കേട്ടപ്പം അവനൊരു സന്തോഷം തോന്നി. പണ്ട് നെയ്യാറ്റിൻകരയൊക്കെ സ്റ്റേജിന്റെ പുറകെ ഇരുന്ന് കേട്ടതാ. അവന് പിടികിട്ടി ലോകം തീരാറായി. അതിന്റെ പേരാ സുബോധം വന്നു. കരമുയരുന്നില്ലല്ലോ, ആര് തലേ കൈവച്ചില്ല. അത് കേട്ടപ്പോ സുബോധം വന്നു. പന്നിക്ക് എല്ലാ കർത്തൃമേശയ്ക്ക് കൊടുക്കുന്ന ഒരു ഉമ്മയും കൊടുത്ത് അവ ഒരു വടിയായിട്ട് ഇറങ്ങി. നട്ടാലത്ത് 1-ാം ദിവസം വേച്ചു കുടിത്തറ വരെ വന്ന് അവിടെ കടന്ന് പിന്നെ നടക്കാൻ വയ്യ. ആരാണ്ട് കൊടുത്ത പൈസ വീണ്ടും മേടിച്ചു. 2-ാം ദിവസം കുടിത്തറയിൽ നിന്ന് പാറശാല വരെ പിടിച്ചു വന്നു. സന്ധ്യയായപ്പോ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ കടന്നു. 3-ാമത്തെ ദിവസം ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു. നടന്ന് നെയ്യാറ്റിൻകര ലൈറ്റിന്റെ അവിടെ വന്നു. 4-ാം ദിവസം രാവിലെ 5:30 വെതിയ ഒരു കട്ടണം കുടിച്ച് കിളിയോടേക്ക് വരുക. ആ സമയത്ത് നമ്മുടെ അച്ചായനും അമ്മാമ്മയും ഗേറ്റും തുറന്നിട്ട് ഇപ്പൊ എല്ലാ വീട്ടിലും CC ക്യാമറ. അച്ചായൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ദാണ്ട വരുന്ന നമ്മുടെ ദൂർത്ത് പുത്രൻ. ഇന്നത്തെ അച്ചായന്മാരാന്നേ പറയും, ശോശാമേ മെയിൻ ഗേറ്റാണ്, പുറയിലെ ഗേറ്റിന്റെ താക്കോലിട്, നമുക്ക് വാഗണർ എടുത്ത സ്ഥലം വിടാം, ആ മുടിയൻ പിന്നെയും വരുന്നു. സന്തോഷമില്ലല്ലോ, സ്വത്രം ക്ലിയറായോ? ഇന്നത്തെ നമ്മുടെ പെരുമ്പഴൂർ അച്ചായന്മാരിതാ. പക്ഷേ ഞങ്ങളുടെ അപ്പൻ കടന്നു വരുന്നവനെ കണ്ടിട്ട് വാതിലടച്ചതല്ല, ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ മടങ്ങി വന്നു. പ്രസംഗം തീർന്നില്ല, കർത്താവിന്റെ വരവല്ല, കേൾക്കണം. മകൻ ഓടി വന്നിട്ട് അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. AC ഉള്ള വീട്ടിൽ എന്നെ കേട്ടണ്ട. നമ്മുടെ റബ്ബർ പോലെ ഉണക്കപ്പാലും റബ്ബറും തേങ്ങ ഇട്ടേക്ക് നടത്ത് ഒരു പായിട്ടാ ഞാൻ അവിടെ കിടന്നോളാം, കര ഉയരുന്നില്ലല്ലോ. ഇത് പറഞ്ഞെങ്കിൽ കേറ്, എനിക്ക് കഞ്ഞോളം തന്നാ മതി. അപ്പൻ പറഞ്ഞു, വേണ്ട. ആ മകനെ മാറോട് ചേർത്തണച്ചു. ഇതാ എന്റെ സുവിശേഷ പ്രസംഗം. അവൻ 3.5 വർഷം, ദൈവദാസന്മാരെ, അമ്മാമ്മേ, പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന പന്നിയുടെ ചാണകം, മൂത്രം, സകലതും ആ വസ്ത്രത്തിനകത്ത്. നിറം നോക്കാതെ, മണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, നിന്റെ കിടപ്പ് നോക്കാതെ, നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ആദ്യമായി ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇന്ന് രാത്രി മടങ്ങി വാ. പക്ഷെ അവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോയില്ല. അപ്പനൊരു കാര്യം പറഞ്ഞു, യവനെ ധരിപ്പിക്കുവാൻ ഒരു രക്ഷയുടെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പഴയ ജഡത്തിന്റെ രാഗമോഹത്തെ ഉരിച്ചുകൊണ്ട് രക്ഷയുടെ വസ്ത്രം കൊടുത്തവന് മണിയറയ്ക്കകത്ത് കൊണ്ടുപോയി. ഇന്ന് രാത്രി പറ, കുഞ്ഞാടിന്റെ കല്യാണവും വന്നു, തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 1-ാമത്തെ യാദം ഏതന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമ്മുടെ യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി ചീന്തി അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചെങ്കിൽ ആ ഉടുപ്പുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാടിന്റെ കല്യാണം വന്ന് തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാടുന്ന മക്കൾ വന്നാട്ടെ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ 2 ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല, ചായ കുടിക്കാം. എന്നാൽ വേറൊരു ടിക്കറ്റ് കിട്ടും, സ്ലീപ്പർ. അത് കിട്ടിയവൻ ഉറപ്പുണ്ട്, എന്റെ ട്രെയിൻ വരാറായി. ചൂളമടി തുടങ്ങി. 100 കണക്കിന് യോഗം ഇവിടെ കേട്ടിട്ട്. ചായ, അമ്മാമ്മേ, സഹോദരി, ഇത് നിത്യതയുടെ പ്രസംഗമാണ്. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ യേശു വരാറായി. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഒരു വാക്കുകൂടെ,
സാൽവേഷൻ ആർമി. ആരും തെറ്റിദ്ധരിക്കരുത്. സാൽവേഷൻ ആർമിയുടെ ചീഫിന്റെ പേരാ ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം ലണ്ടൻ പോലീസിലെ ഏറ്റവും വലിയ ചീഫായിരുന്നു. അതുകൊണ്ടായി 2 സ്റ്റാർ. അദ്ദേഹം വരെ കൺവെൻഷനിലെ ലണ്ടനിലെ ഏറ്റവും വലിയ കൺവെൻഷൻ. എല്ലാവരും നോട്ട് ചെയ്താട്ടെ. ആ കൺവെൻഷന്റെ പ്രത്യേകത എന്താ? വ്യാഴം, വെള്ളി, ശനി, ഞായർ. പല സ്റ്റേജിൽ ഞാൻ പറഞ്ഞെങ്കിലും പുതുതായി കേൾക്കുന്നവർക്ക്, അന്ന് ഈ വ്യാഴം, വെള്ളി, ശനി, ഞായർ മൈക്ക് കെട്ടും 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ ദൂരം ഒരു ചെരുപ്പൂത്തിയുടെ മകനുണ്ട്. അവന്റെ പേരാ സാമുവൽ ബർഗ്. അവന്റെ ആഗ്രഹം ചർച്ച വന്ന് ആരാധിക്കണം. 18ാമത്തെ വയസ്സിൽ പുസ്തകമായിട്ട് കൺവെൻഷൻ ഗേറ്റിന്റെ അടുത്ത് വന്നു. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, നീ ഇതിനകത്ത് കയറാൻ യോഗ്യതയില്ല, ഇത് പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ചർച്ച, നീ ചെരുപ്പൂത്തിയുടെ മകനാപ്പാൻ. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി. 19ാമത്തെ വയസ്സ് വീണ്ടും ബൈബിളുമായിട്ട് വന്ന് ഇതിനകത്തൊന്ന് ആരാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? അവര് പറഞ്ഞു വിട്ടു. 20ാമത്തെ വർഷം വീണ്ടും അവൻ വന്ന് 20 വയസ്സ് പകല് വന്നിട്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞു, പ്രസിഡന്റിനെ ഒന്ന് കാണണം. അവർ പറഞ്ഞു, പ്രസിഡന്റ് പ്രിയ ചെല്ലാൻ. പ്രസിഡന്റ് അടുത്ത് ചെന്ന് അവന്റെ കാര്യമെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ആജീവനാന്ത കാലത്തും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ നീ ഒരു പണി അറിയാം, ചെരുപ്പ് തുടയ്ക്കറിയാം. ഞങ്ങളുടെ ആൾക്കാർ വരുമ്പോഴേ ഗേറ്റ് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ഷൂറാക്കിന്റെ പെരയുണ്ട്, അവിടെ ഇങ്ങനെ ചെരുപ്പുകൾ നിരത്തും. നീ തുടയ്ക്കാമെങ്കിൽ ഞങ്ങള് വെള്ളവും ചായയും തരാം, എന്നിട്ട് നിനക്ക് അവിടെ കിടക്കാൻ കട്ടിലും തരാം. അവൻ പറഞ്ഞു, മതി സാറ്, 1-2 കൊല്ലം അല്ല, അമ്മമാര് കേട്ടാട്ടെ, 14 കൊല്ലം ഷൂപ്പറയ്ക്കകത്ത് അവൻ കടന്നു. അവന്റെ 34ാമത്തെ വയസ്സിൽ ലണ്ടനിൽ വലിയ കൺവെൻഷൻ സാൽവേഷൻ ആർമിയുടെ വ്യാഴം, വെള്ളി LMSന്റെ മിഷണറിമാർ. ശനിയാഴ്ച ആരാന്നറിയാമോ? ഞായർ ഒരു അമേരിക്കക്കാരൻ. രാവിലെ വില്യം ബൂത്ത് ആ ചർച്ചിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു, ലോക്കൽ ലാൻഡ് ലൈൻ. വില്യം ബൂത്തിന് വരുവാ, അമേരിക്കക്കാരൻ വരത്തില്ല, സുഖമില്ല. അദ്ദേഹം പറഞ്ഞു, വന്നേ പറ്റൂ. വരത്തില്ലെന്ന് പറഞ്ഞു. ഫോൺ കട്ടായി. വില്യം ബൂത്ത് കരയാൻ തുടങ്ങി. ഓടി തന്റെ പ്രാർത്ഥന മുറിയിൽ പായിട്ടു. സ്വർഗത്തോട് പറഞ്ഞു, കർത്താവേ, 1000 പങ്കെടുക്കുന്ന കൺവെൻഷനാണ്, ഇന്ന് രാത്രി ആര് പ്രസംഗിക്കും അറിയത്തില്ല. ദൈവാത്മാവ് അവന്റെ കർണപുറത്തിൽ പറഞ്ഞു, നീ ചെല്ല്, ഷൂ പൊരെ 14 വർഷമായി ഒരുവൻ ഷൂ തുടച്ച് കിടപ്പുണ്ട്, ഇന്ന് രാത്രി അവൻ സ്റ്റേജിനകത്ത് കയറ്റുന്നു. ഓടിച്ചെന്നു. ചോദിച്ചൊരു കാര്യമുണ്ട്. സാമുവൽ പറഞ്ഞു, ഇന്ന് രാത്രി നീ സ്റ്റേജിൽ പ്രസംഗിക്കും. ആ ചെറുപ്പക്കാരൻ കയ്യിരുന്ന ബൈബിൾ എടുത്ത് അവിടെ കരഞ്ഞെന്നാ പറയുന്നത്. എന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. അവന്റെ താടി മുടിയെല്ലാം വെട്ടി അന്ന് രാത്രി ലണ്ടനിലകത്ത് അവൻ പ്രസംഗിച്ചു. 3000 പേർ രക്ഷപ്പെട്ടു. പിറ്റേന്ന് ഭയങ്കര കൺവെൻഷൻ. ജനം അവിടെ പെരുകി. വലിയ ഉണർവ്. ആശീർവാദം അന്ന് കടശി യോഗം. ആശീർവാദം തീരുമ്പോൾ വില്യം ബൂത്ത് എഴുന്നേറ്റ് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി എന്റെ പദവി ഞാൻ രാജിവെക്കുക. നാളെ ആരാ നമ്മുടെ ചർച്ചിനെ നയിക്കുന്നത്? 14 വർഷം അടിമയായി നമ്മുടെ സൂപ്പരെ കടന്ന ഈ ചെറുപ്പക്കാർ നമ്മുടെ സഭയെ നയിക്കും, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി ആദിയിങ്കൽ കയ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്ന ദൈവം. സഹോദര, അമ്മാമേ, പൊട്ട കിണർ കൊണ്ട് നീ തീരത്തില്ല. അടിമ ചന്ത കൊണ്ട് ആരൊക്കെ നിന്നെ ഒതുക്കിയാലും ദൈവത്തിന്റെ പ്ലാൻ നിന്റെ പക്കലുണ്ട്. 3, പൊത്തിപേറിന്റെ ഭവനത്തിൽ നീ വീണു പോയാലും, അതിന്റെ നടുവിൽ നിന്ന് കാരാഗ്രഹത്തിൽ നീ വീണാലും, യോസഫെ ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. അപ്പൻ പറയും, മരിച്ചു കാണും. പട്ടിണി കഞ്ഞി നിന്റെ മുൻപില്, വെട്ടവും വെളിച്ചവും കാണുന്നില്ല. പക്ഷേ ഒന്നുണ്ട്, പ്രോമിസ് ഉള്ളവന് ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ ദൈവം ഒരുക്കും. നിന്നെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ദൈവം ഒരുക്കും. നിന്നെ ഇരുത്തുവാൻ സ്വർഗീയ ചെയർ ഒരുക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കായി ആദിയിങ്കൽ കയ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഇത്രയും വചനം കേട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ? ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കപ്പക്കാലയിൽ മരിച്ചാലും, കാവലയിൽ മരിച്ചാലും, പ്രസംഗ സ്റ്റേജിൽ മരിച്ചാലും, കോവിഡ് വന്ന് മരിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്ന് ലാസറെ പുറത്തു വരികയെന്ന് പറഞ്ഞ ഒരുവൻ ഇതാ തന്റെ മക്കളെ ചേർക്കാൻ വരാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം, 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങളുമായി കാന്തൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇന്ന് രാത്രി പ്രൈസ് സിറ്റി ചർച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു
മാത്രം. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് ഉറങ്ങുമ്പോൾ പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമസ്തീനക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ ഇവിടെയില്ല. മരിച്ചവരിൽ ആദ്യ ബലക്കട്ടിയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും വെളിപ്പെടും. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് കർത്തൃമേശയിൽ പങ്കാളിയായി മുട്ടുമടക്കി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദൈവ പൈതലിനെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. 6 കാര്യങ്ങൾ ഒരിക്കൽ കൂടി. സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് മെയ്തി സൂര്യൻ, പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിത സഭ, വാട്ടർ ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് ജീവജല നദിയിൽ, ഇവിടെ ഒരു തുലാസ് വരും, വെള്ളം പോലും കിട്ടാതിരിക്കുന്നതിന് മുമ്പ് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. ഇന്ന് രാത്രി കൈമേലും നെറ്റിമേലും ചിപ്പ്, അത് പൊട്ടാൻ കാലമായി. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുക. അക്കാലത്ത് അഗ്നിപർവ്വതം പൊട്ടോ, മനുഷ്യൻ മണ്ണരണ മത്സരം അന്വേഷിക്കുന്ന ഒരു കാലം. അതിന് 3.5 കൊല്ലം മുമ്പ് കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങ്. എല്ലാവർക്കും എഴുന്നേൽക്കാം. കരമടിച്ചുകൊണ്ട് ഒരു ചരണം പാട്ടുപാടി മിനിറ്റ് കൂടി. 38 വർഷം. എല്ലാവരും ഒരു മിനിറ്റ്. ഇപ്പോഴത്തെ 38 വർഷം
ബലസ്തത കുളക്കടവിൽ ഒരുവൻ കിടക്കുകയാണ്. സഹോദര സഹോദരി, വാക്കൊന്ന് കേൾക്കണമേ. അവന്റെ വയസ്സ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു 108 ആംബുലൻസിൽ അവനെ കൊണ്ട് അവിടെ തട്ടിയിട്ട് പോയി. വീട്ടുകാരും നാട്ടുകാരും മറന്നു. അപ്പച്ച, അമ്മച്ചി, തായെ, തകർപ്പ, തമ്പി, തങ്കച്ചി എല്ലാവരും ഇന്ന് അരുമயான செய்திகளை കേൾക്കരുത്. ഇന്ന് രാത്രി ബലസ്തത കുളത്തിന്റെ പ്രത്യേകത, ആട്ടുപാതയ്ക്കൽ 5 മണ്ഡപങ്ങൾ, കുരുടർ, കുഷ്ഠർ, മുഴന്തർ, രോഗികൾ, പക്ഷപാതക്കാർ. ഒരു ദൂതൻ ഇറങ്ങും. ആദ്യം ചാടുന്നവന് വിടുതല. 38 വർഷമായി വീട്ടുകാർ വിചാരിച്ചവരോട് തീർന്നു. പക്ഷെ അവന്റെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ നാഥൻ അവിടെ വന്നു. ഇത് നിങ്ങൾ കേൾക്കണം. ഈ അപ്പച്ചന്റെ രോഗം ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ 38 വർഷമായിട്ട് അവിടെ കിടക്കുക. യേശുവിന്റെ വയസ്സ് എത്ര ഉണ്ട്? 33.5. കരമുയർത്തുന്നവർക്കാണ്. ഏത് പഴക്കമേറിയ രോഗത്തിന്റെ നടുവിലും എന്റെ നാഥൻ വന്ന് ഒരു കാര്യം ആ പ്രിയപ്പെട്ട അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, എന്നെ ഈ കുളം കലങ്ങുമ്പോൾ എടുത്താക്കാൻ ആരുമില്ല. അപ്പൊ എന്റെ യേശു ചോദിച്ചു, കുഞ്ഞെ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ട്? ഇന്ന് രാത്രി കുളം കലങ്ങണ്ട, വരുവാനുള്ളവൻ നമ്മുടെ പ്രയർ സെന്ററിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ ഭാരമേറ്റു പറഞ്ഞാൽ, ഇന്ന് രാത്രി ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ല. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ആരാധനയിൽ നിന്റെ കരമുയരുമ്പോൾ നിന്റെ പാരമ്പര്യ രോഗങ്ങളെ മാറ്റി നിന്റെ കിടക്കെ മാറ്റിപിടിക്കുന്ന ദൈവം, വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ട്. സ്വർഗം കുഞ്ഞുങ്ങളോട് ചേർന്ന് എല്ലാ കരങ്ങളും ഉയർത്തിയാട്ട്. എന്റെ സഹായം ആരുണ്ട്? ചേർന്ന് പാടി വൻപാരങ്ങൾ. എല്ലാ കരങ്ങളും ഉയർത്തി ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരു വാക്ക് പാടിയാട്ട്. നാളെ യോഗമില്ല. എല്ലാ കരങ്ങളും ഉയരട്ടെ. ഒരിക്കൽ കൂടി വൻപാരങ്ങൾ. ക്ഷീണിത രോഗത്തിലും ഒരിക്കൽ കൂടിയ ക്ഷീണിത രോഗം. എല്ലാവരും കൈവച്ചാട്ടെ. മറ്റാരും
നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ചതായ ദൈവശബ്ദം ഹല്ലേലൂയ നമ്മൾ ഒട്ടും മറന്നു പോകാതെ ഒരു അന്ത്യകാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുക. പാട്ടുകാരൻ ഇങ്ങനെ വഴി എന്റെ രക്ഷക എന്റെ യേശുവേ നിന്നെ മാത്രം ഞാൻ നോക്കി പ്രാർത്ഥിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം നമ്മെ കേൾപ്പിച്ചു. രാത്രിയിൽ ഒരിക്കൽ കൂടെ ഒരു പുതുജീവൻ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാസ്റ്റർ സത്യദാസ് അവர்கள் നമ്മെ പ്രാർത്ഥനയിൽ വഴി നടത്തുന്നതാണ്. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യോഗം ആരംഭിച്ചത് മുതൽ ഇതുവരെയും അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നു. കർത്താവെ വഴി നടത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രകൃതിയെല്ലാം അനുകൂലമാക്കി തീർത്തത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ കൊണ്ടുവന്നു കർത്താവെ, സഭയിലായിരുന്നുകൊണ്ട് സഭയ്ക്ക് പുറത്തും ഭവനങ്ങളിലുമായിരുന്നുകൊണ്ട് തിരുവെഴുത്തുകളെ കേട്ട എല്ലാ ദൈവമക്കളെയും അതിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ദൈവവചനം അവർക്ക് ഉപകാരപ്രദമായി തീരുവാന്, അവർക്ക് അനുഗ്രഹമായി തീരുവാന് ദൈവമിടയാക്കുമാറാകണമേ. കേൾവിക്കാരായ ആരും കൈവിടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ട പിന്നെയും വന്ന് ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഞങ്ങൾ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാന്, പ്രത്യാശയോടുകൂടെ ഒരുങ്ങി കാത്തിരിപ്പാന് ദൈവമിടയാക്കുമാറാകണമേ. അതിന് സംസാരിച്ച ഞങ്ങളുടെ പ്രത്യേകത ദൈവം ബലപ്പെടുത്തിയല്ലോ. ശാരീരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അത്ഭുതമായി വിടുവിക്കുകയും കർത്താവ് ദീർഘയാത്രകൾ ചെയ്ത് സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സഭയിലെ ദൈവദാസനായി പ്രാർത്ഥിക്കുന്ന ദാസനെ ബലപ്പെടുത്തണമേ. കഴിഞ്ഞ നാളുകളെല്ലാം ദൈവത്തിന്റെ കരം തന്നോടുകൂടെ ഇരുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്നെയും കുടുംബത്തെയും തലമുറകളെയും അത് സ്വദേശത്തും വിദേശത്തുമായിരിക്കും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രിയിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ പുരോഹിതന്മാർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ശക്തമായി ചെയ്യുവാന്, കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ദൈവയുടെ ആക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് കർത്താവ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവും ഞങ്ങൾ ഭവനങ്ങളിൽ ചെന്നെത്തുകയും അതേ അങ്ങയുടെ ചിറങ്ങിൽ അടച്ചു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകളുടെ പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. ഈ സഭയുടെ വളർച്ചയ്ക്ക് അനുഗ്രഹത്തിന് ഈ മീറ്റിംഗ് കാരണമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ പോയിക്കൊണ്ട് മഹത്വം എടുക്കും യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ.